എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണം. അത്രേ ഉള്ളൂ. ഓക്കെ. എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഐ മീൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. ട്രൈ ഉം. ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കിട്ടില്ല. ഓക്കെ. എന്റെ അത് യു വോണ്ട് ബിലീവ് ഞാൻ anyway, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല എനിക്കണ്. ഞാൻ ഇപ്പൊ പണി കുറെ ഉണ്ട്. അപ്പൊ ഞാൻ രാത്രി ലൈക്ക് മൈ ഷെഡ്യൂൾ ഈസ് ഇപ്പൊ വന്നിട്ട് ഞാൻ ഫാമിലിയുടെ അടുത്ത് വർത്തമാനം ഈ സമയത്ത് ഇട്ടാ വന്നിട്ട് വർത്തമാനം പറയും. ആൻഡ് ഐ വേക്ക് അപ്പ് അറ്റ് 12. ഓക്കെ. ആൻഡ് 12 കഴിഞ്ഞിട്ട് വല്ല ഒരു മാച്ച് ഉണ്ടെങ്കിൽ ആ മാച്ച് വല്ലതും കാണും, ഫുട്ബോൾ മാച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഞാൻ ഇന്ന് രാത്രി പുലർച്ചയ്ക്ക് ഞാൻ ചാട്ടും തുറന്നിരിക്കുക. അപ്പൊ ഇതില് ഒരു ഇതും കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ ലൈക്ക് ഓൾ ദിസ് മന്ത്സ് ഐ സ്പെൻഡ് ഇൻ ലേണിംഗ്. ആൻഡ് ഇപ്പൊ വെൻ ഐ ടൈം ടു ടേക്ക് ട്രേഡ് ഐ എം നോട്ട് നോയിങ്, ഐ എം നോട്ട് ഏബിൾ ടു സീ എനിത്തിങ്. വാട്ട് ഈസ് ദിസ് അങ്ങനെ ഒരു ഇത്. മനസ്സിലായി. കുഴപ്പമില്ല. ആ, ആൻഡ് ഇതൊരു ദെൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ന് ഡിസ്കോഡിലിട്ട് നിങ്ങൾ ട്രേഡ് ഞാൻ എടുത്തു. ഇറ്റ് എടുത്തോ? വാസ് പ്രോഫിറ്റബിൾ ഓഫ് കോഴ്സ്. യാ ഫസ്റ്റ് ടൈം ഈ കാരണം ഇന്നലെ ഒരു അക്കൗണ്ട് ബ്ലൂ ആയി മਤലബ് ഒരു ബാക്കി ഇയറിന് ഉണ്ടായിരുന്നു. എങ്ങനെ ലൈക്ക് ഞാൻ അഗെയിൻ ഗാംബ്ലിംഗ് പോലെ വേറൊരു ഇതില് ഞാൻ അപ്പൊ ഒരു പറഞ്ഞിട്ടുണ്ട്. ആ, $50 ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത് ഫോളോ ചെയ്യരുന്നല്ലേ. ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഇപ്പോൾ ലേണിംഗ് ഉം, സ്റ്റേജ് ആണ്. അപ്പൊ ഈ ലേണിംഗ് സ്റ്റേജിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോസ് വരുവാണെങ്കിൽ യു ലേൺ സംതിങ്. ഓക്കെ. നിങ്ങൾ ഉം, എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതർവൈസ് നിങ്ങൾ yeah. വേറെ ഒരു ഗാംബ്ലിംഗ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിഗ്നൽസ് എടുക്കുന്ന സമയത്തോ നിങ്ങൾ അതിനകത്ത് ഒന്നും ലേൺ ചെയ്യാൻ പോകുന്നില്ല. Yes, അറ്റ്ലീസ്റ്റ് yes, yes. നിങ്ങൾ ഇവിടെ True. നിങ്ങൾ പഠിച്ച പ്രകാരം അതിപ്പോ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, എന്ത് എന്ത് സംഭവം ആയിക്കോട്ടെ, ഉം, നിങ്ങൾ സാധനം പഠിച്ചിട്ട് ഉം, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ എന്ത് ഉം, ലേൺ ചെയ്തത്? നിങ്ങളുടെ എമോഷൻസ് നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജീസ് നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എമോഷൻസ് എങ്ങനെ പ്ലേ ചെയ്യുന്നു നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ലേൺ ചെയ്യും. സോ ഉം. നമുക്കൊരു ക്ലാസ്സിൽ ഈ സാധനം പറയാന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. വിച്ച് മീൻസ് ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞതും ടെക്നിക്കലി ഈ കാര്യം ഷെയർ ചെയ്യാന്നുള്ളതും അതുപോലെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഈ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കുക, പിന്നെ അതിന് കറക്ഷൻ ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ട്രേഡിലേക്ക് വന്ന് ഇത് നിങ്ങൾ റിയൽ ടൈം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉം, റിയൽ റിയൽ മാർക്കറ്റ് പ്രാക്ടിക്കൽ നോളജ് ഇറ്റ്സ് എൻറ്റോർലി ഡിഫറെന്റ് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തല്ലേ. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് yeah. ആ ക്ലാസ് നിങ്ങൾ ആഫ്റ്റർ ക്ലാസ്സിന് ശേഷവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ 0.01 ലോട്ടിൽ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് പ്രോപ്പർ എസ് എൽ പ്രോപ്പർ ടേക്ക് പ്രോഫിറ്റ് വെച്ച് നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് എസ് എൽ അടിച്ചു കഴിഞ്ഞാലും ടി പി അടിച്ചു കഴിഞ്ഞാലും രണ്ടിലും നിങ്ങൾക്ക് അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആൻഡ് ഈവൻ എസ് എൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ എന്തുകൊണ്ട് എസ് എൽ അടിച്ചെന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നും. Learning ആ out. ക്വസ്റ്റ്യൻ തോന്നി Yeah. കഴിഞ്ഞാൽ നിങ്ങൾ ഉം, എന്റെ അടുത്ത് വരും. ഓക്കെ. ഉം, അപ്പോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് എല്ലാം ഓക്കെയാണ്, പക്ഷെ മാർക്കറ്റ് സെന്റിമെന്റ് ആ സമയത്ത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് പ്രൈസ് ആക്ഷൻ ഓർ എഗെയിൻസ്റ്റ് നമ്മൾ നോക്കിയ ടൈം ഫ്രെയിമിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹിറ്റ്സ് എസ് എഫ്. ഓക്കെ. ഇറ്റ്സ് നോട്ട് 100% പ്രൂവൻ സ്ട്രാറ്റജി. ഓക്കെ. എല്ലാ സ്ട്രാറ്റജിക്കും അതിന്റെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കറക്ഷൻസ് എനിക്കിവിടെ ഉം, ചെയ്തു തരാൻ പറ്റുകയും നിങ്ങളുടെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാനും അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജേണി കൊണ്ടുപോകാൻ പറ്റും. അത് ഈവൻ ടി പി ഓ ലോസ് രണ്ടാണെങ്കിലും നിങ്ങൾ എന്റെ ചാർട്ട് അയച്ചിട്ട് വേണം അത് എന്ത് ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ എന്തുകൊണ്ട് yeah. നമ്മൾ ചാർട്ടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് നമ്മൾ ഓരോ ടോപ്പിക്കും ഓരോ പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്തല്ലേ. സോ ഉം, സ്ട്രക്ചർ, ഉം, ക്യാൻഡിൽ സ്റ്റിക്ക്, അതുപോലെ തന്നെ എന്താ പറയാ ലിക്വിഡിറ്റി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, റേഞ്ചസ്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രീമിയം ആൻഡ് ഡിസ്കോ, ഇതെല്ലാം ഓരോ ടോപ്പിക് ഓരോ പാർട്സ് ആണ്. സോ ഈ പാർട്സ് right. എല്ലാം ചില സമയത്ത് ചില ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഷഫിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവുക. ഓക്കെ. ഇതെല്ലാം കൂടി ഉം, കമ്പൈൻ ചെയ്ത് ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആക്കുമ്പോൾ ഇതിനകത്ത് ഷഫ്ലിംഗിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരും. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പ്രോബ്ലംസ് ഉം, ഫേസ് ചെയ്യും. ഉം, സോ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരണം. ഉം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ക്വാളിറ്റി ഡിസ്കഷൻസ് വെക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ. Yeah, ഓക്കെ. അപ്പോ yeah. എത്രയൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും ഐ മീൻ നിങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങൾ റേഞ്ച് കണ്ടുപിടിച്ചു ആൻഡ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് ട്രേഡ് പ്ലേസ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിം പോയി കൺഫർമേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് എന്റെ എടുത്തോ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അല്ലാതെ ഉം. എന്താ പറയാ വേറെ ഇതിനെ പോലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ. Right, right.
സോ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു, മാക്സിമം എന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എന്നെ ഉം. മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് റൈറ്റ് റൈറ്റ് ഇനീഷ്യൽ റൈറ്റ്. സ്റ്റേജിൽ ഞാൻ നിങ്ങളുടെ മാക്സിമം നിങ്ങളെ പുഷ് ചെയ്യുന്നത്. നോക്ക്, ഞാനാണ് നിന്റെ പുറകെ ഓരോ തവണയും വരുന്നത്, ചാർട്സ് എവിടെയും ചോദിച്ചിട്ട്. ശരിയല്ലേ? യാ. ബ്രോ യെസ് യെസ് ഒരിക്കലും യെസ് യെസ്. എന്റെ അടുത്ത് വന്നിട്ടില്ല ഞാൻ ചാറ്റ് അയച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാ ബ്രോ വരുന്നത്. അത് ബ്രോ എന്നല്ല, ഇവിടെ യാ. പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവരുടെ പുറകെ ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ബിക്കോസ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ എന്റെ ആക്ച്വൽ റിവാർഡ് എനിക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. യു ഗോട്ട് ഇറ്റ്? റൈറ്റ് റൈറ്റ് എന്റെ റൈറ്റ് പ്രൈസ് റൈറ്റ്. ആക്ച്വലി യാ അതാണ്. യാ യാ. സോ നമ്മൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ക്ലാസ്സസ് കഴിഞ്ഞു, ഇത്രയും പ്രാക്ടിക്കൽ സെഷൻസ് കഴിഞ്ഞു, എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കും വിഷമമുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പം ബ്രോ ടൈം ചോദിച്ചപ്പോൾ ഞാൻ അവൈലബിൾ, ബിക്കോസ് എനിക്കിപ്പോൾ സെഷൻ, ഞാനിപ്പോൾ സെഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പുറകെ അടുത്ത സെഷനാണ് ഇപ്പൊ ബ്രോക്ക് വേണ്ടി ടൈം ഞാൻ തരുന്നത്. ബട്ട് ഓക്കെ ദാറ്റ്സ് ഓക്കെ. ഓക്കെ. ഓക്കെ, എനിക്ക് നിന്റെ പ്രശ്നം ഇപ്പൊ ഇത് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയെങ്കിലും കുറച്ച് സമാധാനത്തോടെ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? മറ്റത് യാ. വീണ്ടും ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. ഓക്കെ, ഞാൻ അതാണ് ആ സമയത്ത് ആലോചിച്ചത്. ബിക്കോസ് ബ്രോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ലതുപോലെ അറിയാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. ആൻഡ് ഉറക്കമൊക്കെ കളഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആ ഇഷ്യൂ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, റൈറ്റ്. ഇപ്പൊ ഈ സെഷൻ പ്ലാൻ ചെയ്തത്. സോ ഓക്കെ ഒരു ഓക്കെ. നൈസ്. റേഞ്ച് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റേഞ്ച് ബേസ് തിയറിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്ലസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ ഉണ്ട്. ഐ മീൻ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, എവിടെ നോക്കണം എന്നുള്ളത്. അല്ല, ഇപ്പോ സാധാരണ സപ്പോർട്ട് റെസിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് വൺ സപ്പോർട്ട് ബ്രേക്ക് ഇറ്റ്സ് ബിക്കം റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് വൺ സപ്പോർട്ട്, അല്ലേ? ആൻഡ് അത് എവിടെയും ആവാം, ഏതും ആവാം. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു ഏരിയ ഉണ്ട്. ഐ മീൻ ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് പ്രോ ട്രെൻഡ് ആൻഡ് ബി എസ് കൗണ്ടർ ട്രെൻഡ് എപ്പോൾ സെൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രോ ട്രെൻഡ് ഡയറക്ഷൻ എന്താണ്, അതിന്റെ ബേസിൽ മണി മാനേജ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി പോസിബിലിറ്റി ഉണ്ട്, എൻട്രി പോസിബിലിറ്റി എടുക്കുന്ന സമയത്ത് എന്ത് കൺഫർമേഷൻ കിട്ടണം, ആൻഡ് ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കാനലിസ്റ്റിക് പ്രൈസ് ആക്ഷൻ എങ്ങനെ വരണമെന്ന് പോലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു അഗ്രസീവ്, ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർക്കിനകത്ത് ഒരു ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഈ ബുള്ളിഷ് ട്രേഡിൽ നമുക്ക് ഒരു ബ്രേക്കപ്പ് ബ്ലോക്ക് ഉണ്ട്. ഈ ബ്രേക്കപ്പ് ബ്ലോക്ക് പ്രൈസ് കാൻഡിൽസ് അവിടെ അഗ്രസീവ് സെല്ലായിട്ടാണ് കാൻഡിൽസ് വരുന്നെങ്കിൽ പോലും ഞാൻ അവിടെ എൻട്രി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യു ഗോട്ട് ഇറ്റ്? ഓർമ്മയില്ലേ? യാ യാ അതേപോലെ യാ യാ. തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുന്ന അവിടുത്തെ സമയത്തുള്ള ക്യാൻഡിൽസ്, ന്യൂസ് ക്യാൻഡിൽ ആണെങ്കിൽ അതൊരു പ്രോപ്പർ വോളിയം ബേസ്ഡ് ക്യാൻഡിൽ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി എന്താണ് കൂടുതലാണ്, ബിക്കോസ് ന്യൂസ് ക്യാൻഡിൽ മിക്ക സമയത്തും അതിന്റെ ഹൈ ആൻഡ് ലോ എന്തായിട്ട് ആക്ട് ചെയ്യും, ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇത്തരം FVGയിലൊന്നും ട്രേഡ് ചെയ്യാൻ എന്തല്ല അത്ര സ്മൂത്ത് അല്ല. ബട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. മോസ്റ്റ്ലി ഇപ്പൊ ഇതൊരു ന്യൂസ് ക്യാൻഡിൽ ലോ ആണെങ്കിൽ പ്രൈസ് താഴോട്ട് വരുന്ന സമയത്ത് മേ ബി ഒരു ബ്രേക്കർ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് വീണ്ടും താഴോട്ട് വരാം. ആൻഡ് ലോവർ ടൈം ഫ്രെയിം മേ ബി വി കൻ എക്സ്പെക്ട് ആൻഡ് മാനിപ്പുലേഷൻ, ഐ മീൻ ബയേഴ്സിന് ഏർലി എൻട്രി കൊണ്ടുവരാം. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യാം, ചെറിയ ഡയറക്ഷൻ അപ്സൈഡ് വരാം, ഡൗൺ സൈഡ് വരാം. പിന്നെ ആയിരിക്കും പ്രൈസ് എങ്ങോട്ട് പോകുന്നുണ്ടാവും, അപ്സൈഡ്, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂസ് ക്യാൻഡിൽ. സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആൻഡ് സോ യാ, എന്നാലും പ്രോബ്ലം ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ഒന്നും യാ പേടിക്കണ്ട, ടെൻഷൻ യാ ആവണ്ട. എത്ര വേണേലും തെറ്റിക്കോട്ടെ, ഒരു യാ. കുഴപ്പമില്ല. നമുക്ക് എത്ര തവണ വേണേലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ. ഇപ്പൊ ബ്രോയ്ക്ക് വന്ന പ്രശ്നം എങ്ങനെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലേ? കറണ്ട് പോവും. ഓക്കെ, ആ ആ. സോ ബ്രോയുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർട്ടിനകത്ത് വരുന്ന സമയത്ത് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലേ? സോ നമുക്ക് ഇത് എവിടെ തുടങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ആ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഗോൾഡ് ഇൻഡെക്സ് ഫോർ യാ യെസ് മന്ത്സ്. യെസ് 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 യെസ്. ബട്ട് ബ്രോ അത് കണ്ടുപിടിക്കാൻ ഫെയിലായി. ആൻഡ് ലാസ്റ്റ് വീക്കിൽ അസൈൻമെന്റ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, സോ ബ്രോയ്ക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ശരിയല്ലേ? ഞാൻ യാ. അതിന്റെ മുന്നത്തെ വീക്കിലെ ചാർട്ട്സ് എനിക്ക് അയച്ചു തന്നു. ഓക്കെ, അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം വെച്ചിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലെ ഒരു ഓവറോൾ ഒരു എൻട്രി, ആ ലാസ്റ്റ് വീക്കിനകത്ത് ഞാൻ എടുത്ത ട്രേഡ്സിന്റെയും സെറ്റപ്സ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത ട്രേഡ്സും ഞാൻ മിസ് ഔട്ട് ചെയ്ത ട്രേഡ്സും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആൻഡ് പ്ലസ് വൺ തിങ്, ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, SMT, സ്മാർട്ട് മണി ഡൈവേർജൻസ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആ ഒരു വീഡിയോ പ്രിപ്പയറിംഗിലാണ്. ബട്ട് അതിന്റെ ഒരു ചെറിയൊരു എവിഡൻസ് ഒരു ട്രേഡിനകത്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് കഴിഞ്ഞ വീക്കിലെ ഓക്കെ. വേറൊരു ട്രേഡിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോർണിംഗ് ഒരു സെറ്റപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോൾഡ് സെൽ ചെയ്യാനുള്ള.
അതിനകത്തും ഞാൻ SMT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ SMT മാത്രമല്ല, SMT ഒരു ഉം, അഡീഷണൽ കോൺഫിഡൻസ് ആയിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എവറിത്തിങ് ബേസ്ഡ് ഓൺ നമ്മുടെ റേഞ്ച്. ഓക്കെ, ജസ്റ്റ് ഒരു ഉം, കൺഫർമേഷന് വേണ്ടി മാത്രമാണ് യൂസ്. ബിക്കോസ് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയം ഏഷ്യനിലായതുകൊണ്ടും ഇത് ലിക്വിഡിറ്റി ആണ് ഏഷ്യ ആയതുകൊണ്ടും ആൻഡ് അതിനൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് മാത്രമാണ് സ്മാർട്ട് മണി ഡൈവേജൻസ് ഞാൻ യൂസ് ചെയ്തത്. ബട്ട് അതിൻ്റെ വീഡിയോ പ്രിപ്പയറിംഗിലാണ്. വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ബാക്ക് ടു ഞാൻ ഉം. ചാർട്ടിലേക്ക് വരുവാണ്. സോ ദിസ് എ ചാർട്ട്, ഗോൾഡിന്റെ ചാർട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന ടൈം ഒരു ഫ്രെയിം ഞാൻ ഒരു മിനിറ്റ്, ഒരു ലെക്ചറിൽ ബ്രോ പറയണ്ടായിരുന്നു ഇത് SMT സ്മാർട്ട് മണി ട്രാപ്പാ. ഇറ്റ്സ് അത് ഡിഫറെന്റ്. എസ് എം പിന്നെ ടി എസ് എം ടി that is different. എസ് എം ഓക്കെ ടി ഡൈവേർജൻസ് രണ്ടും രണ്ടാണ്. ഓക്കെ 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 ഓക്കെ. സോ സ്ക്രീൻ കാണുന്നത് H4ന്റെ ഗോൾഡിന്റെ ചാർട്ടാണ്. ആൻഡ് ഞാൻ തന്നിരിക്കുന്ന ടാസ്ക് ലാസ്റ്റ് വീക്കിൽ എൻട്രി, വിച്ച് മീൻസ് ഹിയർ മൺഡേ. ഓക്കെ, ദിസ് ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് ലാസ്റ്റ് വീക്കിൽ. ഐ തിങ്ക് 15th മൺഡേ ആണ് വരുന്നത്. സോ മൺഡേ ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ രണ്ട് ടൈം ഫ്രെയിംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ H4ഉം രണ്ടാമത്തത് H1ന്റെ ബേസിൽ എൻട്രി. പ്ലസ് അതിന്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന 5 മിനിറ്റിന്റെ ബേസിലുള്ള എൻട്രീസും ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു തവണ കമ്മ്യൂട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഗോൾഡ് 5 മിനിറ്റിൽ ഇറ്റ്സ് റിയലി ഫക്കിംഗ് കൂൾ. ബിക്കോസ് അത്രയും നൈസ് ആയിട്ടുള്ള എൻട്രീസ് അവിടെ കിട്ടുന്നുണ്ട്, 5 മിനിറ്റ്സിന്റെ ബേസിൽ കിട്ടുന്നുണ്ട്. ബട്ട് ഡയറക്ഷൻ കണ്ട് കറക്റ്റ് ആയിരിക്കണം. വിച്ച് മീൻസ് ഇപ്പോൾ ഈ ഏരിയയിലെല്ലാം 5 മിനിറ്റ്സിന്റെ ബേസിൽ എൻട്രീസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഇത്തരം 5 മിനിറ്റ്സ് സെറ്റപ്സ് എല്ലാം നമ്മുടെ ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻക്ലൂഡിങ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലാസ്റ്റ് ഡേ എല്ലാം നമുക്ക് 5 മിനിറ്റ്സിന്റെ ബേസിൽ എൻട്രീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇറ്റ്സ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ മാത്രമാണ്. ഗോൾഡ്, അതുപോലെ സിൽവർ ആൻഡ് ഇൻഡെക്സ് നാസ്ഡാക്കും ESP 500 കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കറൻസി പേഴ്സിനകത്ത് ഇറ്റ്സ് അട്ടർ ഫ്ലോപ്പ്, ഓക്കെ, ടു ബി ഹോണസ്റ്റ്. ഓക്കെ, ഓക്കെ സോ ഗോൾഡിനകത്ത് ഇറ്റ്സ് കിഡിലിനായിട്ട് വർക്ക് ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഓക്കെ, ബാക്ക് ടു നമ്മുടെ ടോപ്പിക്. സോ ഞാൻ തന്നിരിക്കുന്ന അസൈൻമെന്റ് രണ്ട് ടൈം ഫ്രെയിംസ് ആയിരുന്നു. ഒന്ന് H4ന്റെ ബേസിൽ ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിക്കുക, എൻട്രീസ് അപ്ലൈ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് H1ന്റെ ബേസിൽ എൻട്രീസ് കണ്ടുപിടിക്കുക ആൻഡ് എന്ത് കണ്ടുപിടിക്കാം, എൻട്രീസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിംഗ് റേഞ്ച് പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് പ്രൈസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. വൺസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടറിന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ടറിൽ എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. ശരിയല്ലേ? ഏത് വരെ? പ്രൈസ് ഒന്നെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ടാപ്പ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്യുന്നത് വരെ. സോ ഇക്വിലിബ്രിയം പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൗണ്ടർ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നതിന്റെ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. വിച്ച് മീൻസ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 0.75% ടു അപ് ടു 1% പെർ ട്രേഡ് നമ്മൾ റിസ്ക് ചെയ്യുമ്പോൾ, ഓക്കെ, അത് എന്റെ റിസ്ക് മാനേജ്മെന്റ് ആണ്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാം, ചോയ്സ് ഇസ് യുവേഴ്സ്. പക്ഷേ പേഴ്സണലി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ആണ്. ഓക്കെ, സോ 0.75 ടു 1% വരെ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം പോയിന്റ് വരെ റിസ്ക് ചെയ്യുന്ന സമയത്ത്, പ്രൈസ് എപ്പോൾ നിങ്ങളുടെ ഇക്വിലിബ്രിയം പോയിന്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ റിസ്കിനെ വീണ്ടും എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. 0.5 ടു 0.75% വരെ റിസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രൈസ് എപ്പോഴാണോ നിങ്ങളുടെ പ്രോ ട്രെൻഡിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്യുന്നത്, ഫ്രം ദാറ്റ് മൊമെന്റ് നിങ്ങൾ എന്ത് ചെയ്യും, പ്ലാൻ മൊത്തം ചേഞ്ച് ആവും. ശരിയല്ലേ? പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, ഇറ്റ്സ് സപ്ലൈസ് ഓൺ ബേസ്ഡ് ഓൺ കൗണ്ടർ ട്രെൻഡ് അല്ലേ? തിരിച്ച് നമുക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് എന്തായിരിക്കും, ബൈ അല്ലേ? ബൈ. ബട്ട് വെൻ കംസ് ടു ഗോൾഡ്, ഈ ലോജിക് മൊത്തം മാറും. ഗോൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ്, എന്താ പറയാ, ഇറ്റ്സ് എ ഡാം ഗുഡ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ റിമെമ്പർ വൺ തിങ്, ഇറ്റ്സ് ഹൈലി റിസ്കി. ഓക്കെ, ആ റിസ്ക് മനസ്സിലാക്കാണ്ട്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. റിസ്ക് സെറ്റപ്പ് ഒരുപാട് ഗോൾഡിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എടുക്കാൻ ഓക്കെയാണ്, ഞാൻ എന്ത് ചെയ്യാം, റിസ്ക് സെറ്റ് പോസ്റ്റ് ചെയ്യാം. അത് ഇത്തരം കൈൻഡ് ഓഫ് സെറ്റപ്സ് ആണ്. ഇത്തരം സെറ്റപ്സ് ആണ് ഞാൻ എന്ത് ചെയ്തെന്ന് ഡിസ്കഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വർക്ക്സ്. ഞാൻ ഒരുപാട് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഞാനൊരു പറഞ്ഞതാണ്. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഗോൾഡിനകത്ത് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. പക്ഷെ റിസ്ക് കണ്ടീഷൻ ചെയ്തിട്ട് വേണം മാത്രം എന്ത് ചെയ്യാൻ, ട്രേഡ് എടുക്കാൻ വേണ്ടി. സോ ബാക്ക് ടു നമ്മുടെ ചാർട്ട്. സോ ഇതിനകത്ത് H4ന്റെ ബേസിൽ അവർ എൻ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ഒരു 1 മിനിറ്റ് ടൈം തരാം. ഓക്കെ, അല്ലെങ്കിൽ 30 സെക്കൻഡ് ടൈം തരാം. ഈ 30 സെക്കൻഡ് ടൈമിനകത്ത് എവിടെയെങ്കിലും H4ന്റെ ബേസിൽ ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇത് ബെരിഷ് ആണോ? അപ്പൊ മാർക്കറ്റിന്റെ ബെരിഷ്. ഡയറക്ഷൻ ഇപ്പൊ എന്താണ്, ബിയറിഷ് അല്ലേ? ഓവറോൾ H4 പ്രൈസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? In terms of structure, in terms of ഡൗൺ structure, ട്രെൻഡ്.
ഡൗൺ ട്രെൻഡ് അല്ലേ? സോ ഡൗൺ ട്രെൻഡ്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട അപ്പൊ എന്താണ്? ഒരു ബിയറിഷ് ട്രേഡിംഗ് റേഞ്ച് ആണ്. വെരി സ്ട്രേഞ്ച്. ഇത് എവിടെ എവിടെ ഈ 15th 50 ഇയേഴ്സ് ഹിയർ. 15 അവിടുന്ന് മുകളിൽ ഫ്രം ദിസ് എവിടെ എന്റെ കർസർ കാണാണ്ടാ? ഇല്ല ഇല്ല. ബ്രോന്റെ കഴ്സർ എനിക്ക് അവിടെ ഇവിടെ വരില്ല. അതന്നെ. ഇത് this ഗൂഗിൾ this മീറ്റ് uh, അല്ലേ? this uh, this pin bar na inverted hammer ദിസ് വൺ. shown here. No. After that, on the ഹിയർ. top. No, after that, after ഇവിടെ that, ഇവിടെയോ? after that. ഇൻവേർട്ടർ ഹാമർ. ദിസ് വൺ. അല്ല ഇത്. ഇതാണോ? Yes. That one, 50. that one. From Okay. there, this one a sweep, and this one is the break of structure. ഐ തിങ്ക് ബ്രോ പറഞ്ഞത് ഇറ്റ്സ് സ്വീപ്പ്. ഇത് എന്തിനെ സ്വീപ്പ് ചെയ്തതിനെയാണോ? അല്ല ഇത് ഈ വലിയ വലിയ bearish This candle one. ഇല്ലേ on 18th, between 17th and 18th. 17th ആണ് ഇതിനെ. ഓക്കെ. Yeah. Hitting just sweep here Yes, and and here break our this structure one here. is break structure. Yes, ഓക്കെ. സോ ഇതാണ് ബ്രോ എവിടെ? പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Yeah, ഈ ഒരു എൻട്രി net last. ആക്ച്വലി ഞാൻ ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്ത എൻട്രി ആണ്. Okay. ഓക്കെ. ബട്ട് അതിന്റെ കോൺഫ്ലുവൻസ് ഞാൻ അല്ല വാല്യൂ നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. റേഞ്ച് പക്ഷേ കംപ്ലീറ്റ് ആവണ്ടേ? ഇവിടെ മറ്റേ റേഞ്ച് കംപ്ലീറ്റ് ആയില്ലല്ലോ. ആ? ഇവിടെ റേഞ്ച് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടല്ലോ ഇവിടെ. ബ്രേക്ക് ഓഫ് സെക്ഷൻ BOS. മാത്രം മതി. നമുക്ക് സ്ട്രോങ് ക്യാമും വീക്ക് ക്യാമും വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, BQQ കിട്ടണില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇല്ല. അത് ഓക്കെ. ഞാനിപ്പോ ചോദിച്ചത്. ശരി. ജസ്റ്റ് നോക്ക്. ഉം. ഞാൻ അന്ന് ഉം. പറഞ്ഞിട്ടുണ്ടായിരുന്നത് H4ന്റെ ബേസിൽ ഒരു എൻട്രി ഉണ്ടെന്നാണ്. അല്ല, H4 ട്രേഡിംഗ് ആ. റേഞ്ചിന്റെ ബേസിലുണ്ട്. പക്ഷേ H4ന്റെ ട്രേഡിംഗ് റേഞ്ച് ഞാൻ ആ വീക്കിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻട്രി ആ ഒരു വീക്കിലാണ്. ആഹാ. എൻട്രി ആ Entry വീക്കിലാണ്. H4 then H4 is the STF, huh? H4 is HTF. ഓക്കെ. എൻട്രി അപ്പൊ Okay. എത്ര 50 മിനിറ്റിലല്ലേ വരിക? Yeah. ഓക്കെ. ശരി. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. പ്രൈസ് കൈൻഡ് ഓഫ് സ്വീപ്പ്. ഓക്കെ. ഉം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അക്യുമുലേഷൻ. ഓക്കെ. ദെൻ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു മാനിപ്പുലേഷൻ. ദെൻ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഉം. പ്രൈസ് സ്വീപ്പ് ചെയ്തു. വി ഹാവ് ഉം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹിയർ. സോ സ്ട്രോങ് ക്യാം കിട്ടിയിട്ടുണ്ട്. ദെൻ വീക്ക് ക്യാം പ്രൈസ് എവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഹിയർ. ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ? എന്റെ പൊന്ന് ബ്രഷേ, ഒന്ന് വർക്ക് ചെയ്യോ? ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ട്രേഡിംഗ് വീണെ കൊണ്ട്. ഓക്കെ, ചെറിയൊരു സ്ഥലമല്ലേ? ഓക്കെ. ഓക്കെ. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നോക്ക്. ഇവിടെ പ്രൈസ് സ്ട്രോങ് ക്യാം കിട്ടി. ദെൻ വി ഹാവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹിയർ. സോ സ്ട്രോങ് ക്യാം കിട്ടിയിട്ടുണ്ട്. വീക്ക് ക്യാം ഉണ്ട്. ഇനി ഒരു ഹിഡൻ വേസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹിഡൻ വേസ് സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹിഡൻ വേസ് ക്യാൻഡിൽ. ഓക്കെ. ബട്ട് ലീവ് ഇറ്റ്. നമുക്ക് സ്ട്രോങ് ക്യാം ഉണ്ട്, വീക്ക് ക്യാം ഉണ്ട്. നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാ വരുന്നത്? ഓക്കെ. ദിസ് വൺ ഈസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ലാസ്റ്റ് വീക്കിലെ എൻട്രി നോക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എൻട്രി ഒന്നും അതിന്റെ ഭാഗമല്ല. ഓക്കെ. സോ ലാസ്റ്റ് ഇത് അതിന്റെ തൊട്ടുമ്പത്തെ വീക്കാണ്. ലാസ്റ്റ് വീക്ക് വരുന്നത് ഇവിടെയാണ്. സോ ദിസ് H4ന്റെ ബേസിലെ ചാർട്ട്. പക്ഷേ ഇവിടുത്തെ ഓക്കെ. പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കിയേ. ഇതൊരു പ്രോപ്പർ വോളിയം ഫോൾ ആണോ? ആ. ഇത് കണ്ടിട്ട് ഈ ക്യാൻഡിലെ മൂവ്മെന്റ്സ് ജസ്റ്റ് ലൈക്ക് എ ന്യൂസ് ക്യാൻഡിൽ ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ. ആ. ഇതൊരു ന്യൂസ് എന്നാലും ക്യാൻഡിലാണ്. ഈ ഫോള് ഇതല്ലേ, ഫോള് വോളിയം അല്ല. ഇറ്റ്സ് എ ന്യൂസ് വോളിയം. ഓക്കെ. നമുക്ക് നോക്കാം. ഓക്കെ. ഇത് ഏത് ഡേ ഓക്കെ. വരുന്ന ഏതാണ്? ട്യൂസ്ഡേ 9 ജൂൺ. ഓക്കെ. ജസ്റ്റ് നമുക്ക് മൈ എഫ് ബുക്കിലേക്ക് പോവാം. എൻ്റെ ഇന്റർനെറ്റ് കുറച്ച് സ്ലോ ആണ്. സോറി ഫോർ ദാറ്റ്. ബിക്കോസ് ഇവിടെ കറണ്ട് വൈഫൈ സ്വിച്ച് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ വെബ്സൈറ്റ് ലോഡ് ആവാൻ ഇച്ചിരി സമയം പിടിക്കും. ഇനി അടുത്ത പരസ്യം വരാനുണ്ടാവും. സോ കലണ്ടറിൽ പരസ്യമൊക്കെ ലോഡായിട്ട് എല്ലാം വരുള്ളൂ. പരസ്യം വന്നു കഴിഞ്ഞു. ഓക്കെ, പരസ്യം വന്നു. ശരി. 9th അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമുക്ക് എന്തുണ്ട്? 3 ന്യൂസ് ഉണ്ട് എൻവൈയില്. ഓക്കെ. ഇറ്റ്സ് ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്. 3 ന്യൂസും US ഡോളർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇറ്റ് ഡെഫിനറ്റ്ലി ഹിറ്റ്സ് കോൾഡ്. ഓക്കെ.
സോ ഈ ഒരു മൊമെന്റം ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈമിംഗ് വരുന്നത് 9:30 ഐ മീൻ 8:30 വരെ എന്തുണ്ട് ന്യൂസ് ഉണ്ടായിരുന്നു. 17:45 സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഈ ഒരു മൊമെന്റം ഓൾമോസ്റ്റ് ആ ഒരു ഇത് കണ്ടോ, താഴത്തെ ടൈം ഫ്രെയിം നോക്കിയേ, 18:30 19:30 ഈ സമയത്തൊക്കെയുള്ള ന്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂസ് വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈസ് ആക്ഷൻ ഏത് രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് എ ന്യൂസ് ക്യാൻഡിൽ. ഓക്കെ, സോ ന്യൂസ് ക്യാൻഡിലെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലോ ആൻഡ് ഹൈ എന്താണ്? മോസ്റ്റ് ഓഫ് ടൈം ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. മോസ്റ്റ് ഓഫ് ദി ടൈം ലിക്വിഡിറ്റി ആക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് സെല്ല് കിട്ടില്ല. പ്രൈസിന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? വി കൻ എക്സ്പെക്ട് ലിക്വിഡേഷൻ. ബിക്കോസ് ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകൾ ഇവിടെ സെൽ ചെയ്യുന്ന ആർക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് സെൽ കാൻഡൽ ആൻഡ് ഇവിടെ ഒരു ഹ്യൂജ് ഫെയർ വാല്യൂ ക്യാപ്സ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ക്യാപ്സ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എന്ത് ചെയ്യും? സെൽ ചെയ്യും. ഓൾസോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു എൻഗൾഫിംഗ് കാൻഡൽ. സോ എൻഗൾഫിംഗ് കാൻഡലിന്റെ ബേസിൽ സെൽ ചെയ്യുന്ന ആളുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? സെൽ ഓർഡേഴ്സ് ചെയ്യുന്നുണ്ടാവും. ഓൾസോ സ്മാർട്ട് മണി സോൺ, ഇൻക്ലൂഡിങ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് ആണ്. നമുക്കൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് എക്സ്ട്രാ കോൺഫ്ലുവൻസ്, ഇറ്റ്സ് എ ന്യൂസ് ക്യാൻഡിൽ. സോ വി കൻ എക്സ്പെക്ട് ആൻഡ് മാനിപ്പുലേഷൻ. ഓക്കെ ഓക്കെ, ഇതിന്റെ ഒരു മാനിപ്പുലേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓ, പ്രൈസിന് കണ്ടിന്യൂ താഴോട്ട് പോകും. പക്ഷെ മോസ്റ്റ് ഓഫ് ടൈം പ്രൈസ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? കൂടുതലാണ്. ബിക്കോസ് ന്യൂസ് ടൈം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ക്യാൻഡിലാണ്. സോ ഇതൊരു H4ന്റെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണ്? M50. യു റൈറ്റ്. 50 ആണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി H4ന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. സോ ദിസ് ദ ഏരിയ. എൻ്റെ പ്രീമിയം ഇല്ല, പ്രീമിയം എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ലൈൻ അവിടെ യൂസ് ചെയ്യുന്നിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ് ചെയ്ത് ചാർട്ട് ആൻഡ് ബാക്ക് ടു ഹിയർ. ഓക്കെ, സോ ദിസ് ദ ഏരിയ. ഇവിടെയാണ് നമുക്ക് ഐ മീൻ ഹിയർസ് ദ ഫസ്റ്റ് ടാബ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ വോളിയം ബേസ്ഡ് ട്രേഡ് അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ബേസിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? പ്രൈസ് എൻ്റെ മൈ H4ന്റെ വൈസിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? പ്രൈസ് എന്ത് ചെയ്തു? എൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? വൺസ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് MSS വേണം, ഓ ചേഞ്ച് ഓഫ് കാറ്റ് വേണം, അല്ലെങ്കിൽ സ്ട്രോങ് ക്യം ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സോ സ്വീപ്പ് ചെയ്തു, ബ്രേക്ക് കോസ്റ്റ്. സോ ഈ ഒരു പ്രൈസ് സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് നമ്മുടെ ബ്രേക്ക് ബ്ലോക്ക് സപ്ലൈ സോൺ നോക്കി ആകുമ്പോൾ ലൈൻ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി പ്ലേസ് ചെയ്യാം. ശരിയല്ലേ? That's our entry plan. ആണല്ലോ? എഗ്രി ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് ന്യൂസ് ചാനൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, സോ ഹിയർ ഇസ് മൈ സ്വീപ്പ് ആൻഡ് ഓൾസോ ദിസ് ഇസ് മൈ ബ്രേക്ക് കോസ്റ്റ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? സ്ട്രോങ് ക്യം കിട്ടി. ആൻഡ് ഇവിടെ ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ കാൻഡൽ ഉണ്ട്, മേ ബി ഇറ്റ്സ് ന്യൂസ് കാൻഡൽ. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ദിസ് മൈ ബ്രേക്ക് ബ്ലോക്ക്. ഓ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എൻട്രി എടുക്കാം. പക്ഷെ ഒരു വലിയ SL ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ബ്രേക്ക് ബ്ലോക്കിൽ കയറിയിട്ട് എന്ത് ചെയ്യരുത്? റെഡ് നോക്കരുത്. ഓക്കെ, ബിക്കോസ് ഹ്യൂജ് SL ആയിരിക്കും. Just enter here. Sell above the protected high. It's around 21 pips. Okay, 2147 പിക്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു SL ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ബ്രേക്ക് ബ്ലോക്ക് നമുക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് അടുത്ത ചോയ്സ് എവിടെയായിരിക്കും? ഈസ് മൈ സപ്ലൈ. സോ ഇവിടെ ആയിരിക്കും എൻ്റെ എന്ത് ഉണ്ടാവുക? എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ ഈസ് മൈ എൻട്രി. SL above the protected high with some breathing space. Okay, always remember the breathing space. ടാർജറ്റ് ഇവിടെ വെക്കാം, വേണമെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ടാർജറ്റ് ഇവിടെ വെക്കാം, ഈ ഗ്യാപ്പ് വെക്കാം. ഓർ വി ക്യാൻ എക്സ്പെക്ട് ആൻഡ് ഗ്യാപ്പ് ഫില്ലിംഗ്. ഗോൾഡ് മിക്ക സമയത്തും ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടാർജറ്റ് വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദിസ് എ ന്യൂസ് ക്യാൻഡൽ. സോ വി ക്യാൻ എക്സ്പെക്ട് ആൻഡ് മാനിപ്പുലേഷൻ മൂവ്. പിന്നെ അപ്സൈഡ് പിന്നെ ആയിരിക്കാം എന്ത് ചെയ്യുന്നുണ്ടാവുക? ഡയറക്ഷൻ പ്രൈസ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഓൾസോ ഈ ഒരു സ്ട്രോങ് ക്യം കിട്ടിയ സമയത്ത് ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇതൊരു സ്മൂത്ത് അല്ല അല്ലേ? ജസ്റ്റ് ലൈക്ക് ഒരു ഇന്റേണൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് മെസ്സി ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റർ അല്ല. ഫസ്റ്റ് തിങ് ഇവിടെ നമുക്ക് എന്താണ്? കാൻഡിൽ, ഐ മീൻ ന്യൂസ് കാൻഡിൽ. നമുക്ക് ഈ ന്യൂസ് കാൻഡിലെ ലിക്വിഡേഷൻ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നടക്കണമെന്നില്ല. ഇനി ഓക്കെ, ഞാനിവിടെ എൻട്രി എടുത്തെന്ന് വെച്ചോ, ഈ ട്രേഡ് ഡെഫിനറ്റ്ലി എനിക്ക് എന്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും? സ്റ്റോപ്പ് ലോസ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? വീണ്ടും നമ്മൾ അടുത്ത എൻട്രിക്കുള്ള പോസിബിലിറ്റി എവിടെ നോക്കും? മാർക്കറ്റിനകത്ത് നോക്കും. അല്ലാതെ നമ്മൾ അവിടെ എന്താവുന്നില്ല? മാർക്കറ്റിനകത്ത് നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നില്ല. സോ അടുത്ത ബെസ്റ്റ് പോസിബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. സോ എന്തായാലും ഇനി ഇത് ന്യൂസ് ക്യാനൽ അതിന്റെ മാനിപ്പുലേഷൻ എനിക്ക് എക്സ്പെക്ട് ചെയ്യാം. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു? മാനിപ്പുലേറ്റ് ചെയ്തു. പക്ഷെ എപ്പോഴെങ്കിലും ക്യാൻഡിൽ അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല.
സോ പ്രൈസിന് താല്പര്യമില്ല എങ്ങോട്ട് പോകാന്. ഇപ്പൊ ജസ്റ്റ് ഒന്നൊരു ഓക്കെ. ക്യാൻഡിൽസ്റ്റിക് മൈൻഡ് സെറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ക്യാൻഡിൽസ്റ്റിക് ബിഹേവിയർ. ഇത്രയും പ്രൈസിനെ പുഷ് ചെയ്ത് കൊണ്ടുപോയ ക്യാൻഡലിന് അടുത്തൊരു ക്യാൻഡിൽ പുഷ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ശരി, പ്രൈസിന് റെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചോ. റെസ്റ്റ് ചെയ്തു, ഫ്യൂവല് ഫില്ല് ചെയ്തു, വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തുവിടെ. പക്ഷെ സംഭവിച്ചോ? ഇല്ല. വിച്ച് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൈസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഷോർട്ട് ടേം മൊമെന്റം അല്ലെങ്കിൽ താഴോട്ടുള്ള പ്രൈസിന് ഡൗൺഫോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ, പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. ദെൻ വി ഹാവ് ബ്രേക്ക് കൺസ്ട്രക്ട് ചെയ്യുക. സോ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യാം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ട്. എനിക്ക് വേണ്ട എന്താണ്, ഉം. ഒരു വീക്ക്യമാണ്. ഐ മീൻ വീക്ക്യമിന്റെ ആവശ്യമില്ല. വൺസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, വീക്ക്യമിന്റെ ആവശ്യമില്ല. എന്റെ എൻട്രി എനിക്ക് എവിടെ പ്ലേസ് ചെയ്യാം, മൈ ബ്രേക്ക് ബ്ലോക്ക്. സോ എനിക്ക് എന്ത് ചെയ്യാം, എൻട്രി എവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ജസ്റ്റ് എസ് എബോവ് ദ പ്രൊട്ടക്റ്റഡ് ഹൈ ലാസ്റ്റ് ഒന്നെങ്കിൽ 1:3 ഉം. അല്ലെങ്കിൽ 1:4 അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്റ്റേണലോ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് വെക്കാം. ഓക്കെ, പക്ഷെ ഏറ്റവും സേഫസ്റ്റ് ഉം. ആയിട്ട് ഉം. വെച്ചിട്ടുണ്ടായിരുന്ന 1:3 ആണ്. ഓക്കെ, ദിസ് മൈ ടാർജറ്റഡ് പോയിന്റ്. എന്തുകൊണ്ട് ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്ന് വേറെ ടാർജറ്റ് ഒരു എന്താ പറയാ, ഒരു ടൈം ഫ്രെയിം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു, H1 ബേസിലല്ലേ. ഓൾസോ ഈ ഏരിയയിലാണ് ഞാൻ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്, SMT. ഓക്കെ, സോ SMT ഉം. നോക്കാൻ വേണ്ടി സെയിം ടൈം ഫ്രെയിം ഞാനിവിടെ XAUST ആണ് എൻ്റെ മെയിൻ, ഐ മീൻ ട്രേഡിംഗ് പെയർ ആണെങ്കിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് XAG സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ചാർട്ട് ലോഡ് ആവുമോ, ലോഡ് ആവുന്നില്ല. ഉം. എന്ന് പറഞ്ഞ എന്തായാലും ഇവിടെ എന്താണ് ബ്രോ, യെസ് കിട്ടി. സോ ഉം. എൻ്റെ വൈഫൈൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ഓക്കെ, ക്യാൻഡിൽസ് ഡേ എവിടെ കിടക്കുന്നു, ഇവിടെ ഞാൻ SMT യൂസ് ചെയ്ത് ജസ്റ്റ് നോക്കാം. സോ ഇവിടെ SMT യൂസ് ചെയ്യുന്ന തിയറി ഞാൻ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗോൾഡ് ഹൈ സ്വീപ്പ് ചെയ്യുന്ന വെച്ചോ. ഓക്കെ, പ്രീവിയസ് ഉം. ആയ ഹൈ ഗോൾഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ സിൽവറിൽ പ്രൈസ് എന്ത് ഉം. എടുത്തിട്ടില്ല, ഹൈ എടുത്തിട്ടില്ല. ഹൈ എടുത്തിട്ടില്ല. സോ ഇതാണ് SMTയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ അതിന്റെ ഉം. കൂടെ ഒരു ജസ്റ്റ് SMT മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ കീ ലെവൽസും കൂടി എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഉം. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഗോൾഡിന്റെ ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഉം. ജസ്റ്റ് ലുക്ക് അറ്റ്, ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഉം. പക്ഷേ വെൻ കംസ് ടു സിൽവർ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ, ഉം. ഇല്ല. ഇല്ല. സോ ഇറ്റ്സ് കോൾഡ് സ്മാർട്ട് മണി ഡൈവർജൻസ്. ഓക്കെ, സോ ഇവിടെ സ്വീപ്പ് ചെയ്യല്, മുകളിൽ സ്വീപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു XMT ഏരിയ നമുക്ക് മനസ്സിലായി. സോ ഇറ്റ്സ് എക്സ്ട്രാ കോൺഫ്ലുവൻസ്. ഓക്കെ, റിമെമ്പർ എക്സ്ട്രാ കോൺഫ്ലുവൻസ്. പക്ഷെ അത് അതുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്തുകൂടെ വേണം, കീ ലെവൽ കീ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ട്രേഡ്. ഓക്കെ, സെക്കൻഡ് ട്രേഡ് വെൻ ഇറ്റ്സ് ബേസ്ഡ് ഓൺ H1. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് ബ്രോ, ഇതിലേക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഫോർ 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 ഹവേഴ്സിലൊന്ന് പോവാ അത് സ്ട്രോങ് വീക്ക്. യെസ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഈ സ്ട്രോങ് ക്യൂമിന്റെ അവിടുത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു അത്. ദെൻ ഓക്കെ, യു കെയിം ബാക്ക് ടു 15 minutes. ഓക്കെ. അപ്പൊ 50 മിനിറ്റ്സില് അപ്പൊ ഈ റേഞ്ചിന്റെ ഉള്ളിലല്ലല്ലോ ഇത്. അപ്പൊ പുറത്താണ്. മീൻസ് ഇത് ഈ ഇത് റേഞ്ചിനകത്ത് തന്നെ അല്ലേ. ഡോണ്ട് യു റിമെമ്പർ റേഞ്ച് വയലേഷൻ ആൻഡ് റേഞ്ച് എക്സ്പാൻഷൻ. സോ വയലേഷൻ ആവണമെങ്കിൽ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ക്യാൻഡിൽ എന്തോടുകൂടി ക്ലോസ് ചെയ്യണം. ബോഡി. സോ ഇവിടെ ബോഡി ക്ലോഷർ നടന്നിട്ടുണ്ടോ. അല്ല, ഞാൻ പറഞ്ഞത്
In the this higher time frame, This is a higher time frame. H4, Okay. H4 we got a strong QM and a weak QM. Okay. അല്ലേ? Yes. So uh, okay, strong QM, weak QM, and okay, smaller time frame, structural time frame, it will okay 50 come to minutes. that point of interest. Okay, okay, okay. This is the H4ന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് വരുന്നത്. സപ്ലൈ സോൺ ഓൾസോ QML ലൈൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ഡാറ്റ സെൽ Mm, എക്സ്പെക്ട് ചെയ്താൽ നമ്മളൊരു എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഒരു മാനിപ്പുലേഷൻ. സെയിം മാനിപ്പുലേഷൻ അന്ന് ഇവിടെ mm, ന്യൂസിന് സമയത്തോടെ സംഭവിച്ചത്. വീണ്ടും ഈ ഹൈനെ പ്രൈസ് mm, എന്ത് ലിക്വിഡേറ്റ് ചെയ്തു. ഇത് പ്രൈസ് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഡെയിലിയുടെ FVG ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് അതിന്റെ ഈ ഒരു H4ന്റെ മുകളിൽ കാണാം. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ എന്തുണ്ട്? ഡെയിലിയുടെ FVG ഉണ്ട്. ഇത് കണ്ടോ? mm, പ്രൈസ് ഓൾവേസ് ട്രൈ mm, ചെയ്തുകൊണ്ടിരിക്കുന്നത് H4ന്റെ ട്രേഡിംഗ് റേഞ്ച് ഡെയിലിയുടെ FVG കൂടിയാണ് പ്രൈസ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈച്ച് ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. യു ഗോട്ട് mm. ഇറ്റ്. അതുകൊണ്ട് പ്രൈസിന് വേണ്ടി സോ Yeah. ഇവിടെ ഈ ഒരു FVG ഉണ്ട്. ആ FVGന് ഫസ്റ്റ് ടാബിൽ ഫില്ല് ചെയ്തു. അഗെയിൻ നെക്സ്റ്റ് ഡേ ആ ന്യൂസ് മൂവ്മെന്റ് സമയത്ത് വീണ്ടും അതിനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ഫില്ല് ചെയ്തു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്തിട്ടില്ല? ഫില്ല് ചെയ്തിട്ടില്ല It എന്നുള്ളൂ. is there. ഓക്കെ. പക്ഷെ H4ന്റെ Mm, ട്രേഡിംഗ് റേഞ്ച് ഇവിടെ ഉണ്ട്. പ്ലസ് അത് എന്തിനേം കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ട്? ഡെയിലിന്റെ FVGനെയും കൂടി. ഓക്കെ. സോ mm, ഞാൻ mm, പറഞ്ഞിട്ടുണ്ട് ഡെയിലി വീക്ക്ലി FVGs എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. ഓക്കെ. നമുക്ക് അവിടെ നമ്മൾ mm, ട്രേഡ് എടുക്കുന്നതിന്റെ അവിടെ തന്നെ ഈ ഒരു കോൺഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? മച്ച് ബെറ്റർ ആയിരിക്കും. സോ ഇവിടെ ഒറ്റ കാര്യം mm, ചെയ്തിട്ടുള്ളൂ. എന്റെ H4ന്റെ ട്രേഡിംഗ് റേഞ്ച് ആ H4ന്റെ ട്രേഡിംഗ് റേഞ്ചിന്റെ സപ്ലൈ സോൺ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലിക്വിഡിറ്റി വിച്ച് മീൻസ് എ ന്യൂസ് കാൻഡിൽ. സോ ഞാൻ അതിന്റെ ഒരു mm, മാനിപ്പുലേഷൻ അവിടെ എന്ത് ചെയ്തിരുന്നത്? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ mm, mm, ഇങ്ങനെ ഒരു എനിക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ദിസ് മൈ സപ്ലൈ സോൺ. ഓക്കെ. സോ സപ്ലൈ സോൺ വന്ന സമയത്ത് mm, ഇവിടെ വന്നിട്ട് നമ്മുടെ പ്ലാൻ എന്താ? ഒരു MSS കിട്ടണം അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? എൻട്രി പ്ലേസ് mm. ചെയ്യും. പക്ഷെ എനിക്ക് കാണുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അത്ര പൊട്ടൻഷ്യൽ അല്ല തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ക്യാം മാത്രം കിട്ടിയ പോലെ എന്തും കൂടി കിട്ടണം? Weak. വീക്കോ? ചിലർ ലിക്വിഡിറ്റിയും കൂടി ബിൽഡ് ചെയ്താൽ മാത്രമേ സെല്ലർ നോക്കുള്ളൂ. അതർവൈസ് Mm. എനിക്ക് ആ ഒരു സെറ്റപ്പ് അത്രയും ക്ലീനസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് M50 കിട്ടിയ സെറ്റപ്പ് അത്ര പെർഫെക്റ്റ് ആയിരുന്നോ? അല്ല. അല്ല. സോ പ്രൈസ് വീണ്ടും ഹയർ പ്രൈസിലേക്ക് വന്നു. ഈ മാനിപ്പുലേഷൻ തന്നു. Mm, ആൻഡ് ഇതും mm. എന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പോയിട്ട് എന്തുണ്ടെന്ന് നോക്കിയത് അവിടെ SMT. Silver. Mm, സിൽവറിൽ പോയിട്ട് കോറിലേഷൻ നോക്കിയത്. സോ അതെനിക്ക് കറക്റ്റ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ആ ഒരു കൺഫർമേഷൻ കിട്ടിയപ്പോൾ ട്രേഡ് എടുത്തു. പക്ഷേ mm, യൂഷ്വലി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്യാത്തതിന്റെ ഒറ്റ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ടാസ്ക് കൂടി തന്നിട്ടുണ്ടായിരുന്നു. H4ന്റെ ബേസിൽ ട്രേഡിംഗ് റേഞ്ചും കൂടി ഉണ്ട്. അതിന്റെ ബേസിൽ mm, ട്രേഡ് ഉണ്ടായിരുന്നല്ലേ? സോ ജസ്റ്റ് ലുക്ക് അറ്റ് mm, ഹിയർ. ആ പറഞ്ഞ കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ. ഇവിടെ പ്രൈസ് ഇന്റേണൽ ബേസിൽ ഒരു H4 ട്രേഡിംഗ് റേഞ്ച് കിട്ടിയത് കാണാൻ പറ്റുന്നുണ്ട്. H1ന്റെ ബേസിൽ mm, കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. Then we have mm, breakout structure here. Strong ക്യാം കിട്ടി. ആൻഡ് നമുക്ക് mm, എന്തുണ്ട്? വീക്ക് ക്യാം ഉണ്ട്. ശരിയല്ലേ? mm. സോ ഇറ്റ്സ് അഗെയിൻസ്റ്റ് എ ട്രെൻഡ്. Okay. ഓക്കെ. Yeah. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ ഇറ്റ്സ് അഗെയിൻസ്റ്റ് എ ട്രെൻഡ്. പക്ഷെ ഗോൾഡിൽ ആയതുകൊണ്ട് ഇറ്റ് വർക്ക് സം ടൈം. അല്ലെ ഇറ്റ് വർക്ക് ചില സമയത്ത് എന്ത് ചെയ്യാണ്ട് വർക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രേഡ് എന്താണ്? അഗ്രസീവ് ട്രേഡ് ആണ്. സോ ഞാനിവിടെ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കി? ഒരു ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ Right. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പോസിബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്ലസ് നോക്ക് എന്റെ ഓവറോൾ Mm, ഡയറക്ഷൻ മാർക്കറ്റ് എന്താണ്? ഇറ്റ്സ് ബിയറിഷ് mm. അല്ലേ? സോ ബിയറിഷ് നോക്കുന്ന Yeah. സമയത്ത് ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ ഓൾറെഡി എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് ഫ്രണ്ട് ബേസ്ഡ് തന്നെ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? അടുത്ത സെൽ ഓപ്പർച്യൂണിറ്റി വിച്ച് മീൻസ് ദിസ് മൈ സപ്ലൈ സോൺ ആൻഡ് ഇറ്റ്സ് Mm. മാനിപ്പുലേറ്റഡ്. സോ പ്രൈസ് തിരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ സപ്ലൈയിൽ എനിക്ക് വീണ്ടും കൺഫർമേഷൻ കിട്ടിയാൽ എന്ത് ചെയ്യാം? Trade എടുക്കാം. Sell ട്രേഡ് എടുക്കാം. നോക്കാം. Sell സോ trade. പ്രൈസ് ഇവിടുന്ന് ഈ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം ഒരു അപ്സൈഡ് മൊമെന്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നടക്കാം നടക്കാതിരിക്കാം. Mm, പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഈ സെല്ല് അടുത്ത പൊട്ടൻഷ്യൽ ഏരിയ ആണ്. എനിക്ക് ഇവിടുന്ന് എന്ത് നോക്കാം? സെല്ല് നോക്കാം വിത്ത് 1% റിസ്ക് ഓർ 2% റിസ്ക്. ഓൾസോ ദിസ് ഇസ് മൈ ബ്രേക്കപ്പ് ബ്ലോക്ക് പോയിന്റ്. ഇതെന്റെ എന്തുകൂടെയാണ്? ബ്രേക്കപ്പ് ബ്ലോക്ക് കൂടെയാണ്. അപ്പൊ ഈ ബ്രേക്കപ്പ് ബ്ലോക്കും എനിക്ക് എന്ത് തന്നെയാണ്? ഒരു റിസ്ക് വിച്ച് മീൻസ് ഞാൻ ഇനി ഇവിടെ ബൈ നോക്കുവാണെങ്കിൽ എനിക്ക് ഏത് വരെ ടാർജറ്റ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ? Back. ബിക്കോസ് പ്രൈസിന്റെ അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ് ആണ് അതാണ്. അപ്പൊ ഇവിടെ പ്രൈസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം?
സെൽ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ടാർജറ്റ് സപ്ലൈ വരെ ഒന്നും വെയിറ്റ് ചെയ്യാനില്ല. ബിക്കോസ് ഓവറോൾ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ്സ് ബെയറിഷ്. സോ ഈ ഒരു ബൈ ഇവിടെ ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എഗെയിൻസ്റ്റ് ഡയറക്ഷൻ. ഇറ്റ്സ് ഹൈലി റിസ്കി. യു ഗോട്ട് ഇറ്റ്. സോ അത്രയും റിസ്ക് ആയുള്ള സെറ്റപ്പ് ആണ്. പക്ഷെ ഗോൾഡ് ആണ്. എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് H1 ട്രേഡിംഗ് റേഞ്ച് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഇന്റേണൽ ബേസ്ഡ് ട്രേഡിംഗ് റേഞ്ച്. ശരിയല്ലേ? ആൻഡ് ഈച്ച് ടൈം പ്രൈസ് എന്റെ H1 FEGയിലേക്ക് വരുമ്പോൾ റിജക്ഷൻ തരുന്നതുണ്ടോ? ഫസ്റ്റ് റിജക്ട് ചെയ്തു, സെക്കൻഡ് ടൈം റിജക്ട് ചെയ്തു, ഈച്ച് ടൈം പ്രൈസ് ആയിട്ടാണ് റിജക്ട് ചെയ്യുന്നത്. ഇത്രയും അഗ്രസീവ് ആയിട്ട് സെൽ ചെയ്ത പ്രൈസിന് എന്തുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് ഇവിടെ ആരുണ്ട്? ബയേഴ്സ് ഇൻസൈഡ് ഈ മാർക്കറ്റിനകത്തുണ്ട്. ദാറ്റ്സ് എ റീസൺ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇവിടെ ട്രേഡ് നോക്കൂല. ബിക്കോസ് സെല്ലേഴ്സ് സ്റ്റിൽ അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ചെയ്ത എന്താ പ്രൈസ്? ഓരോ തവണ എന്റെ H1 FEGയിൽ വരും പ്രൈസ് റിയാക്ട് ചെയ്യാണ്. ഈച്ച് ടൈം പ്രൈസ് റിജക്ട് ചെയ്യാണ്. സോ ഞാനിവിടെ ഷോർട്ട് ടേം ബൈ മൊമെന്റം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും ടിൽ ഏത് വരെ? മൈ ബ്രേക്ക് ബ്ലോക്ക്. ഓക്കെ, സോ ദിസ് മൈ H1 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ്സ് എന്താ പറയാ എന്റെ ഡിമാൻഡ്സ് ഓൺ. സോ H1 ആയതുകൊണ്ട് എനിക്ക് കൺഫർമേഷൻ എടുക്കുന്ന ടൈം ഫ്രെയിം ഏതാണ്? M5 ശരിയല്ലേ? സോ ഞാനിപ്പോ ഇവിടെ ചെയ്ത പ്രോസസ് എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. ഈച്ച് പ്രോസസ് ആകുന്നുണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബിക്കോസ് എന്റെ ടൈം ഇപ്പോ എക്സീഡ് ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, സോ ദിസ് മൈ H1 എന്താ പറയുന്നത്? ഡിമാൻഡ് സോൺ. ഐ മീൻ ഡിമാൻഡ് സോൺ. ഓക്കെ, ബട്ട് ദ പ്രോബ്ലം ഈസ് ഈ സമയം എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ആണ് ആൻഡ് ഇറ്റ്സ് ക്ലോസിംഗ് ടൈം. മാർക്കറ്റ് ക്ലോസിംഗ് ടൈം ആണ്. ഓക്കെ, വിച്ച് മീൻസ് നമ്മുടെ സിഡ്നി ടോക്കിയോ ഓപ്പണിംഗ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും ഞാൻ എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവില്ല, മാർക്കറ്റിനകത്ത് ഉണ്ടാവില്ല. എന്റെ സെക്കൻഡ് ട്രേഡ്സ് വരുന്നത്. സോ ഇവിടെ നോക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ദിസ് മൈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈസ്. എനിക്ക് അവിടെ വന്നിട്ട് എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് എനിക്ക് ഇവിടെ എന്തെടുക്കാം? ഇവിടെ ഒരു ബൈ നോക്കാം, അല്ലെങ്കിൽ എന്റെ ഈ ബ്രേക്കർ അടക്കം എനിക്ക് എന്ത് ചെയ്യാം? ഒരു ബൈ നോക്കാം. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തില്ല? മാർക്കറ്റിനകത്തില്ല. ഞാൻ ഉറങ്ങുന്ന സമയമാണ്. സോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ SL അടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ വെക്കുകയാണെങ്കിലും ചിലപ്പോൾ സ്പ്രെഡ് കാരണം എന്ത് ചെയ്യും? ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല എന്തുണ്ടാവും? ക്ലോസിംഗ് ഓപ്പണിംഗ് ആയതുകൊണ്ട് നല്ല രീതിക്ക് സ്പ്രെഡ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള എൻട്രി ഞാൻ എന്തായാലും പ്ലേസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇവിടെ വേറെ കാര്യം സംഭവിച്ചു. പ്രീവിയസ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഐ മീൻ ലാസ്റ്റ് ആ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ട്രേഡ് കോസ്റ്റ് സ്ട്രക്ചർ ഹിയർ. സോ എനിക്ക് എന്ത് കിട്ടി ഇവിടെ? സ്ട്രോങ് കിം. സോ എന്റെ ഹയർ ടൈം ഫ്രെയിം POI, സ്ട്രക്ചർ ടൈം ഫ്രെയിം കൺഫർമേഷൻ. വാട്ട് നെക്സ്റ്റ്? എൻട്രി ഓൺ POI. സോ ദിസ് എ ഡിമാൻഡ് സോൺ. ഓക്കെ, ഐ തിങ്ക് FEG കാണാൻ പറ്റുന്നുണ്ടോ? സ്മോൾ FEG കാണാൻ പറ്റുന്നുണ്ടോ? Can you see that? കാണുന്നില്ലേ? ഈ റെഡിന്റെ മുകളിലല്ല മറ്റേ ഹലോ ഇതാണ് എന്റെ ഈ സെൽ കാനേഷൻ പിന്നുള്ള കാനലാണ്, ഈ ലിക്വിഡേറ്റ് ചെയ്ത കാനല്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്? ഡിമാൻഡ് സോൺ നോക്കാനുള്ള ഒരു FEG പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ എൻട്രി ഞാൻ എവിടെ പ്ലേസ് ചെയ്യും? ഹിയോ. ആൻഡ് ഇത് ഏഷ്യൻ സമയത്താണ്, ഞാൻ എണീക്കുന്ന സമയമാണ്. ഓക്കെ, 5:30, 5:40, 5:45 ഇറ്റ്സ് മൈ എന്റെ എണീക്കുന്ന സമയമാണ്. സോ എന്റെ എൻട്രി ഹിയർ SL ബിലോ ദ പ്രൊട്ടക്റ്റഡ് ലോ വിത്ത് സം ബ്രീതിങ് സ്പേസ്. ആൻഡ് ടാർജറ്റ് എവിടെ? ബ്രേക്ക് ബ്ലോക്ക്. ഏതിന്റെ? H1 അല്ലേ? ഓർമ്മയില്ലേ നമ്മൾ നോക്കിയ ഏരിയ? ലൈൻ. സോ എന്റെ ടാർജറ്റ് അവിടെ വെക്കാം. 2.5. ഇറ്റ്സ് എ ഗ്രേറ്റ് RR 2.5. ഡീസന്റ് RR കുഴപ്പമൊന്നുമില്ല. സോ ഹിയർസ് മൈ സെക്കൻഡ് ട്രേഡ്. ഓക്കെ, ആൻഡ് ഇതിന് ശേഷം ഒരു മിനിറ്റ് ദിസ് ഫസ്റ്റ് BOS you have shown here, ഫസ്റ്റ് BOS അത് ആ സമയത്ത് ട്രേഡ് എടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ടൈം പിന്നെ ഒരു ഇത് ഉണ്ടായി, BOS ഉണ്ടായി, സ്വീപ്പ് ആൻഡ് BOS. എടുക്കാത്ത ഞാൻ ഈ സമയത്ത് മാർക്കറ്റിൽ ഇല്ല. ഇല്ല
അപ്പൊ Yeah. പിന്നെ ഇനി ആ after സമയത്ത് that ഞാൻ again ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ സമയത്ത് ട്രേഡ് എടുക്കില്ല, ബിക്കോസ് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം ആണ്. യെസ് യെസ് യെസ്. സോ പിന്നെ ക്ലോസിംഗ്, സെക്കൻഡ് സ്വീപ്പ് ഉണ്ടല്ലോ, സെക്കൻഡ് സ്വീപ്പ്. യെസ്. അപ്പൊ അപ്പൊ അവിടുന്ന് അപ്പൊ then you will not ഈ wait സ്വീപ്പ് for നടക്കുന്ന a സമയത്ത് ഞാൻ മാർക്കറ്റിനകത്തില്ല, ബിക്കോസ് 3:30 ഇല്ല. 3:55. ആ, ആ. സോ ഞാൻ ഇല്ല. മാർക്കറ്റിനകത്ത് വന്ന അപ്പൊ സമയത്ത് ഇങ്ങനെ ഒരു എൻട്രി പോസിബിലിറ്റി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. യു ഗോട്ട് ഇറ്റ്. അപ്പൊ ഇത് യാ അപ്പൊ ഇത് സ്ട്രക്ചർ STF സ്ട്രക്ചറൽ ടൈം ഫ്രെയിമിന്റെ POIയില് ഈ I mean, ട്രേഡ്. higher ഓക്കെ time frame ഓക്കെ. POI, this one H1 the higher time frame POI, യാ first time frame യാ. confirmation, entry on POI. ഓക്കെ ഓക്കെ So ഓക്കെ as it ഓക്കെ. H1 the breaker block, because it's a critical crucial point. Okay, so നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു പിന്നെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് തിരിച്ച് എന്റെ ബ്രേക്കർ ബ്ലോക്കിൽ വന്ന സമയത്ത് പ്രൈസ് ഇവിടുന്നൊരു ക്യാരക്ടർ ഷിഫ്റ്റ് പ്രൈസിന് ചെയ്യാൻ വേണ്ടി പറ്റിയോ? ഇല്ല, പ്രൈസ് തിരിച്ച് അഗ്രസീവ് ഇല്ല. ആയിട്ട് എങ്ങോട്ട് പോയി? വിച്ച് മീൻസ് എനിക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് മൈ ബ്രേക്കർ ബ്ലോക്ക് പോയിന്റ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഇവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം ഫോള്. പക്ഷെ ഇവിടെ പ്രൈസ് ചെയ്തത് എന്താണ്? ടാപ്പ് ചെയ്തിട്ട് ഈവൻ കൺഫർമേഷൻ പോലും തന്നില്ല. വീണ്ടും ബൈ പ്രഷറാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, അപ്സൈഡിലേക്കാണ്. വിച്ച് മീൻസ് ഇത് പിന്നെ എന്തായിട്ട് മാറി? ഇൻവാലിഡ്. പിന്നെ അടുത്ത പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എവിടെ നോക്കാം? ക്യൂഎംഎൽ ഓർ സപ്ലൈസ് ആണ്. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം? അടുത്ത എൻട്രി നോക്കാം. സെയിം ലോജിക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തേ. പ്രൈസ് എന്റെ ബ്രേക്കർ റിയാക്ട് ചെയ്തില്ല, ഫെയിൽഡ് ആയി. പ്രൈസ് വീണ്ടും എങ്ങോട്ട് പുഷ് ചെയ്തേ? അപ്സൈഡിലേക്ക് പുഷ് ചെയ്ത്. സോ എന്റെ അടുത്ത പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ എവിടെയാ കിടക്കുന്നത്? ഹിയർ, ദിസ് വൺ, സപ്ലൈ സോൺ. സോ ഞാൻ എന്റെ അടുത്ത എൻട്രി അവിടെ, പക്ഷെ അതിന്റെ കൂടെ തന്നെ എനിക്ക് അപ്സൈഡിലേക്കുള്ള മൊമെന്റ് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ജസ്റ്റ് ലുക്ക് അറ്റ് M5 വരുന്ന സമയത്ത് പ്രൈസ് നോക്കാം, ഇവിടെ സ്വീപ്പ് വന്നിട്ടുണ്ട്. Then we have break structure here. So എനിക്ക് എന്ത് കിട്ടി? Strong cam കിട്ടി. ഓക്കെ. Then weak ഹലോ. cam. Audible? Audible? ഇപ്പൊ യാ. കേൾക്കാമോ? Audible ആണോ? യെസ് യെസ് യെസ്. സ്പ്രിംഗ് കാണാമോ? ഓഡിബിൾ ആണ്. സ്പ്രിംഗ് കാണാമോ? കാണാം കാണാം. ഓക്കെ, സോ എനിക്കിവിടെ സ്ട്രോങ് ക്യാം കിട്ടി, വീക്ക് യാ ക്യാം കിട്ടി, കാണാം കാണാം. അല്ലേ? സ്ട്രോങ് ആ ക്യാം ഉണ്ട്, വീക്ക് ക്യാം ഉണ്ട്, ശരിയാണല്ലോ? യെസ്. ജസ്റ്റ് എ സെക്കൻഡ്. എന്റെ വോയിസ് കേൾക്കാമോ ബ്രോ? കേക്കാം കേക്കാം. ശരി, ബാക്ക് ടു ചാർട്ട്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ചാർട്ട് ലോഡ് ചെയ്യാൻ ടേക്ക് സം ടൈം. ഓക്കെ, സോ പവർ വന്നാ? യാ, പവർ വന്നു. യാ, ചാർട്ട് വിസിബിൾ ആണല്ലോ. ഓക്കെ, സോ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? M5ന്റെ ബേസിക് ട്രേഡിംഗ് റേഞ്ച്, സ്വീപ്പ് ബ്രേക്ക് സ്ട്രക്ചർ, സ്വീപ്പ് ബ്രേക്ക് സ്ട്രക്ചർ, സ്ട്രോങ് ക്യാം കിട്ടി, ദെൻ വീക്ക് ക്യാം കിട്ടി. സോ ഹിയർസ് മൈ ട്രേഡിംഗ് റേഞ്ച് ബേസ്ഡ് ഓൺ M5. ഓക്കെ, ബേസ്ഡ് ഓൺ M5. ആൻഡ് ഓൾസോ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് ഈ H1ന്റെ ബേസിൽ അപ്പൊ ഇപ്പൊ M5 is the STF now. Sorry, higher time HTF. frame now. Yeah, M5 say higher time because this is my H1ന്റെ higher time frame. ഓക്കെ, ആ higher time ഫ്രെയിമിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്? റൈഡ് ചെയ്യുന്നത്. അതെനിക്ക് H1ന്റെ ബേസ് ചെയ്യാം, M5ന്റെ ബേസ് ചെയ്യാം, M15ന്റെ ബേസ് ചെയ്യാം. പക്ഷെ അവിടെ പിക്ക് ചെയ്തിട്ടുള്ളത് M5 ആണ്, ബിക്കോസ് എന്താ പറയാ, M50 M5 ഐ മീൻ M50 M30 H1ന്റെ ബേസിലൊന്നും എനിക്ക് റേഞ്ച് എന്തായാലും കിട്ടില്ല, ബിക്കോസ് ചെറിയ ഏരിയാസ് ആണ്. സോ ഈസ് മൈ M5ന്റെ ബേസ് ട്രേഡിംഗ് റേഞ്ച്. നെക്സ്റ്റ് എന്ത് മാർക്ക് ചെയ്യണം? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് മൈ ഫ്ലിപ്പ് സോൺ. Okay, this is my flip zone, and this is my QML. Okay, QML line. Also, here's my cycle block. So ഞാൻ മുമ്പ് ക്ലാസ് പറഞ്ഞ ഓർമ്മയില്ലേ, ബ്രേക്ക് ബ്ലോക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ മാനിപ്പുലേഷൻ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓർമ്മയില്ലേ?
ഓക്കെ. 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 സോ നോക്കേണ്ടി ഹിയർ ഇസ് വരുമല്ലേ? മൈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ ഹ്യൂമൻ ലൈനും അതുപോലെ തന്നെ ഫ്ലിപ്പ് സോണും ഓൾമോസ്റ്റ് എന്താണ് ഒരുമിച്ചാണ് വരുന്നത്. സോ രണ്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരുമിച്ച് വരുന്ന സമയത്ത് അതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? സ്ട്രോങ് ആണ്. പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. കൂടുതലാണ്. സോ ഇവിടെ M5 ആണ് എന്റെ ഹൈ ടൈം ഫ്രെയിം പിക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്റെ എൻട്രിയിൽ യൂസ് ചെയ്യാം. M5 തന്നെ എനിക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് M3 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം, M1 യൂസ് ചെയ്യാം. ഡയറക്റ്റ് എൻട്രി എടുക്കാൻ ഉം. ഞാൻ ഒരിക്കലും പ്രിഫർ ഇല്ല, ബിക്കോസ് ഓൾവേസ് നമ്മൾ മാർക്കറ്റ് ഇറ്റ്സ് ഡൗൺ ടൈം, നമ്മൾ അഗെയിൻസ്റ്റ് ഡയറക്ഷൻ ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ എപ്പോഴും കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡിന് നോക്കുക. സോ ദിസ് മൈ ഉം. ഏരിയ. സോ ഞാൻ നെക്സ്റ്റ് പോകേണ്ട എന്താണ്, M3യിലേക്ക് പോയി നോക്കാം ഫസ്റ്റ് കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ ഇത് ഏതാ വരുന്നത്, ഉം. 16th ട്യൂസ്ഡേ ജൂൺ 11:35. സോ ഞാൻ ടൈം ഫ്രെയിം നേരെ ഉം. M3യിലേക്ക് സ്വിച്ച് ചെയ്തു. റീസെറ്റ് ഒന്ന് വരുമോ? ഓക്കെ, 16th ഉം. 11:35 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉം. 11:30. ഓക്കെ, ഗോ. യാ, ഹിയർസ് മൈ ഏരിയ. സോ ഉം. ഇവിടെ വരുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തു. സോ വി ഹാവ് ഉം. സ്വീപ്പ് ദെൻ ബ്രേക്ക് ഉം. കൺസ്ട്രക്ഷൻ. സോ എന്ത് കിട്ടി, സ്ട്രോങ് ക്യാം കിട്ടി. ട്വന്റിയാണ്. ആൻഡ് ഉം. നമുക്ക് സ്ട്രോങ് ക്യാം ഈസ് എനഫ്, ധാരാളമാണ്. എന്റെ എൻട്രി ഇവിടെ വെക്കാം. ഉം. ഒന്ന് എനിക്ക് ബ്രേക്ക് വെക്കാം, ഫോർ ദ എൻറ്റയർ ക്യാൻഡിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്തെടുക്കാം, ബോഡി എടുക്കാം. ഓക്കെ, സോ ഹിയർസ് ഉം. മൈ ബ്രേക്ക് ബ്ലോക്ക്. എൻട്രി എവിടെ ആയിരിക്കും, മൈ എൻട്രി SL below the protected low with some breathing space. ടാർജറ്റ് എപ്പോഴും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഓ 1:2 ഓ 1:3. സോ ഇവിടെ എക്സ്റ്റേണൽ ഒരു 1:2 RR ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ടാർജറ്റ് വെക്കാം. അൺഫോർച്ചുനേറ്റ്ലി എൻട്രി എന്തായില്ല, വർക്ക് ആയില്ലേ? ആയില്ല. ഇറ്റ് ഹാപ്പൻസ്, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആ ഒരു എൻട്രി എന്തായി, മിസ്സായി. മിസ്സായി. ഒന്നും ചെയ്യാനില്ല, എൻട്രി പോയി ഉം. പോയി. നമ്മൾ ലിമിറ്റ് ക്യാൻസൽ ഉം. ചെയ്യുക, ഉം. അടുത്ത ഉം. പണിക്ക് പോകുക, അല്ല ലിമിറ്റ് പിന്നെ വെച്ചോണ്ടിരിക്കരുത്. ഓക്കെ, Yeah. പ്രൈസ് ഇതെന്തായാലും ഓക്കെ. എക്സ്റ്റേണൽ ക്ലിയർ ചെയ്തു, അപ്പൊ നമുക്ക് എന്തായാലും ലിമിറ്റിന് വെക്കാൻ വേണ്ടി പറ്റില്ല. സോ പ്രൈസ് അത്യാവശ്യം ഉം. എന്റെ എൻട്രി പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുകയും ചെയ്തു. ഇനി അധികം റൈഡ് ചെയ്യാനുമില്ല, അപ്പോൾ നമുക്ക് ലിമിറ്റ് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇനി പ്രൈസ് ജസ്റ്റ് ഇവിടെ വരെ വന്നിട്ടുള്ളൂ, തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാതെ വീണ്ടും എന്ത് ചെയ്യുക, പ്രൈസിനെ റീകൺഫേം ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. ബിക്കോസ് ഇത്രയൊക്കെ പോയ പ്രൈസിന് എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രൈസിന്റെ ഒരു ബൈങ് വോളിയം എന്തായിട്ടുണ്ടാവും, ഡെഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഉം. ഉം. പ്രൈസ് എന്തുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ ഒരു എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എന്നിട്ടായിരിക്കാം പിന്നെ ഒരു അപ്സൈഡ് മൊമെന്റ് തരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്രയും പോയ സ്ഥിതിക്ക് വീണ്ടും താഴോട്ട് വരുമ്പോൾ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം എന്ത് ചെയ്യുക, സേഫ് സോൺ ആയിട്ട് ട്രേഡ് ചെയ്യാം. സോ അടുത്ത പിന്നെ ബാക്ക് ടു അഗെയിൻ എന്റെ ഹൈ ടൈം ഫ്രെയിം. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, M50 യൂസ് ചെയ്യാം, ഓ M5 യൂസ് ചെയ്യാം, ഒരേ ടൈം ഫ്രെയിം. പക്ഷെ ഇവിടെ ഒന്നും M5ന്റെ ബേസിലൊന്നും കൺഫർമേഷൻ ഒന്നുമില്ല, ഐ മീൻ അടുത്ത ട്രേഡിംഗ് റേഞ്ച് ഒന്നുമില്ല. ആൻഡ് ദിസ് ഉം. ഏരിയ. പിന്നെ നമുക്ക് എൻട്രി നോക്കാന്ന് പറഞ്ഞത് ഏകദേശം പ്രൈസിന്റെ സപ്ലൈ സോണിന്റെ അവിടെ എത്തി. എനിക്ക് അവിടെ ശേഷം പിന്നെ അടുത്ത എൻട്രി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെയാണ് എന്റെ തേർഡ് എൻട്രി. ഓക്കെ, ഈ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല, ബട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ. ഉം. ഓക്കെ, സോ ദിസ് ഉം. മൈ ഉം. H1ന്റെ ബേസിലുള്ള സപ്ലൈ സോൺ. ഓക്കെ, സോ പ്രൈസ് സപ്ലൈ സോണിൽ ഉം. ടാപ്പ് ചെയ്യുക, കൺഫർമേഷൻ എടുക്കുക, എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ഓക്കെ, സോ ഉം. ഉം. just look at here, it's a kind of accumulation അല്ലേ, ഒരു റേഞ്ച് ആണ് പ്രൈസ്. ദെൻ ഉം. പ്രൈസ് എന്ത് ചെയ്തു, അപ്സൈഡിലേക്ക് പോയി, ഉം. പ്രീവിയസ് ആയിട്ടുള്ള എന്തിനു സ്വീപ്പ് ചെയ്തു, ഈ ഏരിയനൊക്കെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. ഇത് സ്വീപ്പ് ചെയ്യുന്നതിന്റെ കൂടുതൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ലണ്ടന്റെ ഹൈനൊക്കെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ, ഉം. ഇത് ലണ്ടന്റെ Yeah. ഹൈനൊക്കെ ലിക്വിഡേറ്റ് ചെയ്തു, പ്രൈസ് ഇവിടെ വന്നു, എന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തു, ആൻഡ് എനിക്ക് ഇവിടെ എന്ത് കിട്ടി, സ്വീപ്പ്. ദെൻ വി ഹാവ് ബ്രേക്ക് സ്ട്രക്ചർ, Okay. എന്ത് കിട്ടി, സ്ട്രോങ് ക്യാം. Okay. ഓക്കെ, സോ അടുത്ത പോയിന്റ് ഓഫ് ഉം. ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുക. ഹിയർസ് മൈ സപ്ലൈ സോൺ ആൻഡ് ഹിയർസ് മൈ ബ്രേക്ക് ബ്ലോക്ക്. Here's my entry point. Reset up, I think. Oh shit. ഒന്നാമത് വെച്ച് കഴിഞ്ഞാല് ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ സ്വിച്ചിങ് സമയം എടുക്കുന്നുണ്ട്. പിന്നെ വൈഫൈ താഴെ എക്സ്റ്റൻഷനിലേക്ക് ഇത് കിട്ടില്ല. ഓക്കെ, സോ ബാക്ക് ടു 11:30, 16. ഓക്കെ, ശരി. നമുക്ക് എന്റെ ബ്രേക്ക് ബ്ലോക്ക് SLA above the ഉം. protected high with some breathing space. ഉം. ടാർജറ്റ് എവിടെ വെക്കാം,
നമുക്ക് ലണ്ടന്റെ ലോയോ, ഇത് ലണ്ടന്റെ ലോ അല്ലേ? ഐ തിങ്ക് ലണ്ടൻ ഓപ്പൺ ഉം, 12:30. ഉം, ഓക്കെ, ഐ തിങ്ക് 12:30. ഇനി വേണമെങ്കിൽ സെഷന്റെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. സെഷൻ ഇൻഡിക്കേറ്റർ ഇട്ട് ലോഡ് ആവാൻ നോക്കട്ടോ. ഹിയസ് മൈ ലണ്ടന്റെ ലോ. ഇത് എന്ത് ചെയ്യാം? ഉം, ടാസ്റ്റ് വെക്കാം. This is my targeted point. ഉം, ഉം, Okay. So it's around 1:3.7 RR. അപ്പോൾ സെയിം ഡേ, ഐ മീൻ ആ ഒരു സെയിം ഏരിയയിൽ ഫസ്റ്റ് ട്രേഡ് ഇവിടെ 1:3. ഓക്കെ. സെക്കൻഡ് ഉം, ട്രേഡ് 1:2.5. So it's around 1 is to, I mean 5 RR or 6 RR. And next trade ഇവിടെ ഉം, 3.71. ഇറ്റ്സ് അറൌണ്ട് 9 RRന്റെ അടുത്ത് ഈ ഒരു മൊത്തം ഏരിയയിൽ എന്തെങ്കിലും ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊരു ഉം, മിസ്റ്റേക്ക് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഞാനൊരു പൊട്ട ബൈ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ എവിടെയോ. ആ, എവിടെ അറിയോ? ഞാനേ ഇവിടെ ഒരു ബൈ ഇട്ടിട്ടുണ്ട്. ഇത് ക്ലിയർ ചെയ്തു. ഓക്കെ. ഉം, ഉം, സോ ഇവിടെ ഉം, M5ന്റെ ബേസിൽ സ്വീപ്പ്, ബ്രേക്ക്, സ്ട്രോങ് ക്യാം കിട്ടി. വീക്കം മുകളിലുണ്ട്. ഉം, തിരിച്ച് താഴെ വന്നിട്ട് ഞാൻ ഡയറക്റ്റ് അഡബ് ചെയ്തു. അത് പിന്നെ ഒരു സമയം ഓവർ കോൺഫിഡൻസ് കയറിയതാ. ഉം. സെല്ല് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ബൈ ചെയ്തു. ബൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഹിറ്റ്സ് മൈ SL. പോസിറ്റീവ് ഉം, ഉം, ഉണ്ടായി ഉം, വെച്ച്. ഉം. നമുക്ക് ഓക്കെ. സമയമാകുമ്പോ ഇവിടെ ഫസ്റ്റ് TP, സെക്കൻഡ് TP ഇത് മിസ്സായി. അപ്പൊ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. Yeah, 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 അപ്പോ yeah, yeah. ബിക്കോസ് നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്. ഞാൻ Yes, yes. ഹ്യൂമൺ റോബോട്ട്സ് ഒന്നുമല്ല. എന്റെ എമോഷൻസ് പ്ലേ ആയിരിക്കാം. സോ ഇറ്റ്സ് മൈ SL. ഓക്കെ, SL ഇവിടെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്റ്റോപ്പ് ഉം, ലോസ് ഹിറ്റ് ചെയ്തു. സോ ആ ട്രേഡ് ഉം. -1. ഓക്കെ, -1 ആയി. ബാക്കി ട്രേഡ് എല്ലാം എനിക്ക് എന്തായിരുന്നു? ടേക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ഐ തിങ്ക് ഈ ട്രേഡ്സ് ഞാൻ കമ്മിറ്റ് അത് പോസ്റ്റ് ചെയ്ത ട്രേഡ്സ് ആണ്. ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് എൻട്രീസ് വേറെ M5ന്റെ ബേസിലൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഞാൻ എൻട്രി എടുത്തിട്ടില്ല. എന്നാലും ബ്രോ ഇപ്പൊ ലാസ്റ്റ് എടുത്തത് ഈ 5 മിനിറ്റ്സിൽ ഇത് ലൈക്ക് ഇതിന്റെ ഹയർ ടൈം ഫ്രെയിം അത് ബുള്ളിഷ് അല്ലായിരുന്നു, ബുള്ളിഷ് ആ, റേഞ്ച് അല്ലായിരുന്നു അത്. ഹയർ ടൈം ഫ്രം ബിയറിഷിന്റെ H1ന്റെ സപ്ലൈയിൽ വന്നിട്ട് നമ്മൾ ട്രേഡ് നോക്കിയേ. ഓക്കെ, ഓക്കെ, H4 ഓക്കെ. ബിയറിഷ് അല്ലേ? ആ, യാ, യാ, അവിടെ യാ. പോകുന്ന പോയിന്റ് ഓഫ് ഓക്കെ, H1 ഓക്കെ. ആയിക്കോട്ടെ, M50 ആയിക്കോട്ടെ, M15ന്റെ ഒക്കെ സപ്ലൈ സോൺ ആണ് ആ കാണുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇത് കണ്ടോ? ഓക്കെ, 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 M15ന്റെ ഓക്കെ. ബ്രേക്കപ്പ് ബ്ലോക്ക് അവിടെ വരുന്നത്. ജസ്റ്റ് ബ്രേക്കപ്പ് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, പ്രൈസ് ഫോളോ ചെയ്തു. അടുത്ത സെയിം എൻട്രി ഇവിടെ അടുത്ത ഏരിയയിൽ ദിവസം ഉണ്ടായിരുന്നു. നോക്ക്, ഇവിടെ നമ്മൾ ബ്രേക്കറിൽ എൻട്രി എടുത്തു M5ന്റെ ബേസിൽ. തിരിച്ച് വീണ്ടും പ്രൈസ് മുകളിൽ കയറി വന്നു. സപ്ലൈ എൻട്രി ഇവിടെ എൻട്രി ഉം, ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും അന്ന് ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ ജിമ്മ് പോകാനൊക്കെ ലേറ്റ് ആയത്. ഇവിടെ എന്ത് ചെയ്യാം? വീണ്ടും സെല്ല് ഉം, ഉം. നോക്കാം. പക്ഷെ ഇവിടെ വെച്ചിട്ട് കാര്യം ഓക്കെ. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് പ്രൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒരു വലിയ ടാസ്ക് വെക്കാനുള്ള ബിഹേവിയർ അല്ല കാണിക്കുന്നത്. നോക്ക്, ഈച്ച് ടൈം പ്രൈസ് ഉം, താഴോട്ട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരേ സമയത്ത് ബൈ സൈഡും സെൽ സൈഡും പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇവിടെ ഉം, സംഭവിച്ചു, right. താഴോട്ട് വന്ന സമയത്ത് തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ സെൽ സൈഡ് റിയാക്ട് ചെയ്തു. സോ ഇവിടെയും സെൽ സൈഡ് റിയാക്ട്, വിച്ച് മീൻസ് പ്രൈസ് ഒരു കൈൻഡ് ഓഫ് ഒരു റേഞ്ചിനകത്ത് കിടക്കുന്നത്. ഉം, ഉം, ഉം. അപ്പൊ ഈ റേഞ്ചിന്റെ Right. മാനിപ്പുലേഷൻസ് നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഉം. സോ അതുകൊണ്ട് തന്നെ Yeah. നമുക്ക് ഇങ്ങനത്തെ കാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ടാർജറ്റ് എക്സ്റ്റേണൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊക്കെയാണ് ഇവിടെ ഓൾ ദ ടൈം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് എവിടെ വെച്ച് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ H1ന്റെ പോയിന്റ് ഓഫ് വ്യൂ കൗണ്ടറിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് ഈ ബ്രേക്കറിനെയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോകാൻ നോക്കിയില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടേണും എനിക്ക് വേണമെങ്കിൽ ഇവിടെ വേണ്ടി ടാർജറ്റ് വെക്കാൻ വിടാം. ബിക്കോസ് എനിക്കത് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അതിന് നിൽക്കാതെ എപ്പോഴും ഈ ചെറിയ ചെറിയ എടുത്തിട്ട് എന്ത് ചെയ്ത് ട്രേഡിനെ ക്ലോസ് ചെയ്ത് പോകും. ഇവിടെയാണെങ്കിൽ അതന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന ഏരിയ അല്ലെങ്കിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ താഴെയുള്ള ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ ടാർജറ്റ് വെക്കാം. പക്ഷെ പ്രൈസിന്റെ ക്യാരക്ടർ ഇറ്റ്സ് പ്രോപ്പർ അല്ലാത്തത് Bro. കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു? ഒരു വലിയൊരു RR ഒന്നും വെക്കാതെ ട്രേഡ് എന്ത് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്. ബിക്കോസ് പ്രൈസ് സെൽ സൈഡ് റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഹലോ. എന്ത് ചെയ്യും? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ ബ്രോ? ഹലോ. ഓഡിബിൾ ആണോ? ആ, യാ, യാ. ഓക്കെ. സോ യെസ്, അങ്ങനെയുള്ള യെസ്, കുറച്ച് യെസ്. പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. സോ എന്താ പറയാ, ആ ഒരു ഏരിയനകത്ത് നമുക്ക് അത്രയും എൻട്രി പോസിബിലിറ്റി ഉണ്ടായിരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈൻഡ് ഓഫ് ഉം, റേഞ്ചിലായിരുന്നു. പക്ഷെ ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തു. ഉം, ദെൻ ഉം, പ്രൈസ് ഉം. സ്ട്രോങ് ഫോളോ ചെയ്തു. ഇതോ. ആൻഡ്
ആ ദിവസം ഞാൻ രാവിലെ മോർണിംഗ് ഒരു സെൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ആർ. അതുകൊണ്ട് ഇവിടത്തൊക്കെ എനിക്ക് വേണ്ടി ടാസ്ക് വെക്കാം. ഈ കാണുന്ന ഏരിയയിൽ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, എന്ത് വേണം അതും ബേസ്ഡ് ഓൺ M5ലാണ്. ആൻഡ് ദ ഫൺ ഫാക്ട് ഈസ് അവിടെ എനിക്ക് ഉം, വിക്കം പോലും പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമൺ. അതിന്റെ ഒറ്റ റീസൺ ഞാൻ വിക്കം വന്ന് സെർച്ച് ചെയ്ത് എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ H4ന്റെ ഒരു പ്രൈസ് ആക്ഷൻ ആണ്. ജസ്റ്റ് H4ലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഓർമ്മയില്ലേ, ഉം, പ്രൈസ് ഉം, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു. ബ്രേക്ക് ഉം, കോൺസ്ട്രക്ഷൻ H4ന്റെ ബ്രേക്കപ്പ് ബ്ലോക്ക് അല്ലത്. ഉം. Yeah. ഈ H4ന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിന് അലൈൻഡ് ആയിക്കൊണ്ട് തന്നെ ജസ്റ്റ് M5 പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ക്യൂം കാണാൻ വേണ്ടി പറ്റും. ഞാൻ കാണിച്ചു തരാം. അന്ന് അതാണ് ഞാൻ അവിടെ എൻട്രി കമ്മിറ്റ് പോസിറ്റീവ് സെറ്റപ്പ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ട്രേഡ് ബ്രേക്ക് ക്യൂം ഹിറ്റ് ചെയ്തിട്ടോ, അത് വേറെ കാര്യം. ഉം, സഫാന് ഞാൻ അടുത്ത ബ്രേക്ക് ക്ലോസ് ചെയ്തിട്ട് ഓനും അത് ക്ലോസ് ചെയ്ത്. പക്ഷെ എനിക്ക് ആ ട്രേഡ് മിസ്സായാലും ഭയങ്കര ഇപ്പോഴും നല്ല വിഷമമുള്ള ട്രേഡാണ്. ഓക്കെ, സോ ദിസ് ഏരിയ ഉം. സപ്ലൈയിൽ സെല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ സെല് ചെയ്യാൻ വേണ്ടി. കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്താൽ മതി. കമ്മ്യൂണിറ്റി സെറ്റപ്പ് ചെയ്യാൻ പോസ്റ്റ് ചെയ്താ ആ, പോയി. ആ, ഓക്കെ, ഇവിടെ വന്നു. ഞാൻ എന്റെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് സംവർ അറൗണ്ട് ഹിയർ. ഈ ഒരു ബ്രേക്കല്ല എന്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഉം, പക്ഷേ ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഐ തിങ്ക് ഇത് വാൻഡ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോറസ്റ്റ് റോഡ്. അതിനകത്തൂടെ ബോഡി ബ്രേക്ക് വന്നിട്ടുണ്ടായെന്ന് തോന്നുന്നു. ബോഡി ബ്രേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ഉം, ചെയ്തു, ബ്രേക്കും വെച്ചു. ഉം, 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 ഉം. പ്രൈസ് തിരിച്ച് എന്റെ ബ്രേക്കും ഓ, ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു, താഴോട്ട് ഫോൾ ആയി. പക്ഷെ ഇതേ ട്രേഡ് M15ന്റെ ബേസിൽ ഡയറക്റ്റ് ആണ് സഫ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷെ M5ന്റെ ഏരിയയിൽ അവൻ M50ൽ എന്ത് ചെയ്തു, കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്തു. ടൈം ഫ്രെയിം അങ്ങനെ ഉം, നമുക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാം. പക്ഷെ M50ൽ വരുമ്പോൾ നല്ല ഉം, കൺഫർമേഷൻ അവിടെ. ജസ്റ്റ് നോക്കിയാൽ മതി, ഇത് കണ്ടോ. ഒരു M5ന്റെ ട്രേഡിംഗ് റേഞ്ചിനകത്ത് M50ൽ കൺഫർമേഷൻ തരാൻ അതിൽ വേറെ അതിലും വലിയ വേറെ എവിഡൻസ് ഒന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഉം, സ്വീപ്പ് ബ്രേക്ക് സെക്ഷൻ അവനത് ബ്രേക്കും വെക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ ബ്രേക്കും വെച്ച് നിന്നപ്പോ എന്റെ ഇതാണ് ബ്രേക്കും വെച്ചാ. അല്ലെങ്കിൽ ഓനും ആ ട്രേഡിന് സേഫ് ആയിരുന്നു. ഓൻ ബ്രേക്ക് ബ്ലോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഉം, 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 ഉം. അവൻ Great. ആക്ച്വലി ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം അവന് ബ്രേക്ക് ചെയ്യാൻ വരേണ്ടത്. പക്ഷെ അവൻ അതിന്റെ മുന്നേ എന്ത് ചെയ്തു, ഉം, ബ്രേക്ക് ചെയ്യാൻ വെച്ചു. സോ എൻട്രി എസ്എൽഎബോ ടാർജറ്റ് എങ്ങനെ പോലും നമുക്ക് എക്സ്റ്റേണൽ വെക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് okay. ഓവറോൾ ഡയറക്ഷൻ മാർക്കറ്റ് എന്താണ്, ബിയറിഷ് ആണ്. പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ സെയിൽ സൈഡ് ലിക്വിഡിറ്റീസും മാർക്കറ്റ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് ചെയ്തിട്ടുണ്ട്. CP H4ന്റെ control. ബ്രേക്കപ്പ് ബ്ലോക്ക് ദെൻ പ്രൈസ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ആ ഒരു ഫോള് നോക്കി സ്മൂത്ത് ആറാ. ഉം, ഓക്കെ, ഉം, ആൻഡ് ഇവിടെ ആയിരുന്നു ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു സംഭവം നോക്കിയത്. രണ്ടാമത്തെ SMT നോക്കിയിട്ടുണ്ടായിരുന്നു. സെയിം ചാർട്ട് നോക്കി, ഞാൻ കാണിച്ചു തരാം. സോ എന്റെ താഴെ തന്നെ ഉണ്ട് ആര്, ഹിയർ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നോക്ക്. ഈ ഒരു സമയത്ത് ഉം. ഐ മീൻ ദിസ് ഇസ് ദ ക്യാൻഡിൽ. ഓക്കെ, ഈ ക്യാൻഡില് Yeah, yeah. ഇവിടെ ഗോൾഡിൽ നോക്കിയേ, പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഉം, ഹൈന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഉം, പക്ഷേ സിൽവറിൽ നോക്കിയേ, ഉം. സ്വീപ്പ് CP ചെയ്തിട്ടില്ല. കിട്ടില്ല. അപ്പൊ ഇത് എനിക്ക് അയ്യോ. എന്താണ്, ഒരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആണ്. ഓക്കെ, ഞാൻ എൻട്രി എടുക്കാൻ ഉം, ഉദ്ദേശിക്കുന്ന ഏരിയയിലെ ഒരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആണ്. എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉം. ട്രേഡ് നോക്കാം. സെൽ എടുക്കും. എനിക്കിവിടെ Yeah, ഞാൻ trade. അന്ന് സെക്കൻഡ് എൻട്രി ആക്ച്വലി എനിക്ക് വീണ്ടും സെക്കൻഡ് എൻട്രി നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഏഹ്, ഞാൻ എന്റെ ജിം ടൈം ആണ്, ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ സമയം പീക്ക് ടൈം ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് നല്ല തിരക്കുമായിരിക്കും, വീട്ടിലെത്തി പ്രശ്നമാണ് സമയമൊക്കെ ആയിരിക്കും. ഞാൻ ഉം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് തന്നെയാണ് സെല് ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്തോ ഞാൻ എക്സിക്യൂട്ട് ചെയ്യില്ല. മെയിൻ എൻട്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് M30യുടെ അൺമിറ്റിഗേറ്റഡ് വിക്കിനകത്താണ്. ഇത് കണ്ടോ, ഇത് ഉം, അൺമിറ്റിഗേറ്റഡ് ഉം, വിക്ക്. M30നകത്തും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയ SL എന്ത് ചെയ്യായിരുന്നു, ഉം. വെക്കായിരുന്നു. എൻട്രി എടുക്കായിരുന്നു. ഞാൻ RR നോക്കിയിട്ട് ഞാൻ തന്നെ Yeah. വണ്ടർ ആയതാ. ഉം. ഇതാണ്ടോ, ഇത്രയും വലിയ RR Okay. ട്രേഡ്സ് കിട്ടിയിട്ട് കുറെ കാലമായി. Yeah, yeah, yeah. പക്ഷേ ഇത് ഞാൻ മിസ് ഔട്ട് ചെയ്ത ട്രേഡാ. ഈ ട്രേഡ് ബ്രേക്കും ഹിറ്റ് ചെയ്തു. ഈ ട്രേഡ് ഞാൻ ജസ്റ്റ് ഉം. മാർക്ക് ചെയ്ത് വെക്കല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. എടുത്തില്ല. ആൻഡ് ഉം, ഇവിടെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്ക് തന്നാൽ എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത കണ്ടീഷൻ നോക്കാം. ജസ്റ്റ് നോക്ക്, പ്രൈസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തു, കൺഫർമേഷൻ കിട്ടി. എഗെയിൻ എനിക്ക് അടുത്ത എൻട്രി ഇവിടെ നോക്കാം, ഈ കാണുന്ന FEGയിൽ നോക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഉം, ബ്രേക്കറിൽ നോക്കാം. ഉം, അടുത്ത എൻട്രി എനിക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ബ്ലോക്ക് നോക്കാം, കൺഫർമേഷൻ കിട്ടിയിട്ട് M5 M. സോ നമുക്കൊരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കൊരു മാർക്കറ്റിന്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയറക്ഷന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് പോവാം, ട്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു. പോവാം.
ഉം. ഉം. ഓക്കെ. പക്ഷെ ആ ഓ. ഡയറക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് ഐ തിങ്ക് ബ്രോ ഇപ്പൊ സ്റ്റക്ക് ആയി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആം, ആ, Yeah. but, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു കുറെ ഒരു ഐഡിയ കിട്ടിയില്ല മാർക്കറ്റിനെ എങ്ങനെ റീഡ് ചെയ്യണം, എങ്ങനെ പ്രൈസ് മനസ്സിലാക്കണം എന്നുള്ളത്. Ye- Yes, 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 yes. ഇതിനകത്ത് ഓരോ പോയിന്റിലും നമുക്ക് ട്രേഡ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി താഴോട്ട് വരുന്ന സമയത്ത് M5ന്റെ ബേസിൽ ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വേറെ മോഡൽ കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നോക്കിക്കോ. പ്രൈസ് ഇവിടെ തന്നെ സ്വീപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് വന്നു, സ്ട്രോങ് ക്യാം കിട്ടി. ഓക്കെ, വീക്ക് ക്യാം കിട്ടി. ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു ബേസ്ഡ് Mm. ഓൺ M5. Yeah. പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു, താഴോട്ട് പോകുന്നു. ഇത് എങ്ങനെ പോയാലും കുഴപ്പമില്ലാത്ത 1 1 3 എന്തുണ്ടാവും, കൺഫർമേഷൻ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലാകാം. തിരിച്ച് വീണ്ടും പ്രൈസ് എന്ത് Mm. അപ്സൈഡ് പോയി ഈ ട്രേഡിംഗ് റേഞ്ചിനെ വയലേറ്റ് ചെയ്തോ ചോദിച്ചാൽ ഇല്ല, ബോഡി ക്ലോസ് ആയിരുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ഹണ്ട് മാത്രമായിരുന്നു. പ്രൈസ് വീണ്ടും എങ്ങോട്ട് വന്നു Mm. Um, വെച്ചാൽ എന്റെ ട്രേഡിംഗ് റേഞ്ച് സ്റ്റിൽ ഇത് തന്നെയാണ് അല്ലേ. പ്രൈസ് ഇത് yeah. അതിന് ലിക്വിഡേറ്റ് ചെയ്ത് താഴോട്ട് വന്നു, കൺഫർമേഷൻ തന്നു. അടുത്ത സെല്ല് ഇവിടെ നോക്കാം, Mm. ഇവിടെ നോക്കാം. ബിക്കോസ് ഇത് ബ്രേക്കപ്പ് ബ്ലോക്ക് ആണ്. Yeah. ശരിയല്ലേ? Yes, ഇനി yes, yes, ബ്രേക്കപ്പ് yes. ബ്ലോക്കിൽ ഡയറക്റ്റ് എടുക്കാം. അപ്പൊ ബ്രോ ഹയർ ടൈം ഫ്രെയിമില് ആ റേഞ്ച് കണ്ടുപിടിക്കുക, പിന്നെ സ്ട്രക്ചറൽ ടൈം ഫ്രെയിമില് വെറുതെ എനിക്ക് ആ സ്ട്രോങ് കിയമും പിന്നെ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് മാത്രം ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീക്ക് കിയമൊന്നും ഇല്ല അതില് അല്ലേ? ഇല്ല, വീക്കെൻഡ് ആവശ്യമില്ല. പക്ഷെ വീക്കെൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ഹൈ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അത്ര പ്രോബബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കാം, ഓ. ഇവിടുത്തെ സിസ്റ്റം പ്രകാരമാണെങ്കിൽ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, കൈൻഡ് ഓഫ് ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്തു. പക്ഷെ സ്റ്റിൽ ക്യാനില് വിക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്ത്. ആഫ്റ്റർ ആ ഒരു വിക്കോട് ഉം. കൂടി പ്രൈസ് ക്ലോസ് ചെയ്തതിനു ശേഷം ഒരു സ്ട്രോങ് സെല്ലിംഗ് മൊമെന്റ് എങ്ങോട്ട് വന്നു, താഴോട്ട് വന്നു. And ഈ ഉം. സ്ട്രോങ് സെല്ലിംഗ് Yeah. മൊമെന്റ് തന്നെ ഈ ടൈം താഴോട്ട് വരുന്ന സമയത്ത് ഈ FVGs എല്ലാം പ്രൈസ് കൂൾ ആയിട്ടാണ് ബ്രേക്ക് ചെയ്തായിട്ട് വരുന്നത് അല്ലേ. ബൈ സൈഡ് Yeah. FVGs എല്ലാം പ്രൈസ് കൂൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ, വിച്ച് മീൻസ് സെല്ലേഴ്സ് ഈ മാർക്കറ്റിന് സ്ട്രോങ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ഉം. ബ്രേക്കപ്പ് ബ്ലോക്കിൽ വന്ന് എനിക്ക് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾസോ എനിക്ക് മുകളിൽ എന്തുകൊണ്ട് സപ്ലൈ സോൺ ഉണ്ട്. യെസ്, ഉം. ഐ ഉം. ഉം. തിങ്ക് ബെറ്റർ വി ക്യാൻ കൺസിഡർ ലൈക്ക് ദിസ്. ഓക്കെ, ഇസ് മൈ സപ്ലൈ സോൺ. അപ്പൊ സപ്ലൈ സോൺ കൊണ്ട് ബ്രേക്കർ ഉണ്ട്. അപ്പൊ ഈ സപ്ലൈ സോണിൽ വന്ന് എനിക്ക് എൻട്രി നോക്കാം. ബ്രേക്കർ ബ്ലോക്കിൽ നോക്കാം, എനിക്ക് വലിയ എസ് അല്ല. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ആയിട്ട് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എൻട്രിയിലോ M1 പോയിട്ട് എന്ത് ചെയ്യാം, സെയിം ഏരിയ കൺഫർമേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ട്രേഡ് നോക്കാം. വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബ്രേക്കപ്പ് ബ്ലോക്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാണ്, ഉം. ആ ഒരു ഏരിയന്റെ പൊട്ടൻഷ്യൽ ഉണ്ടോ നോക്കാൻ വേണ്ടി വീണ്ടും ഒരു കൺഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്യാണ്. ഉം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ആ കാണുന്ന ഏരിയയിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ട്രേഡ് നോക്കാം. ട്രേഡ് സോ ചെയ്യാം. നമുക്കൊരു Yeah. ഡയറക്ഷൻ കിട്ടിയാൽ മതി. ഇന്ന് രാവിലെ ഒരു Yeah. എൻട്രി ഉണ്ടായിരുന്നു. അഫ്കോഴ്സ് ഗോൾഡ് രാവിലെ എൻട്രി ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ എൻട്രി ആണ് ഗോൾഡ് ഇതിനകത്ത് പോസ്റ്റ്. രാവിലത്തെ എൻട്രി ഏഷ്യന്റെ സമയത്താണ്. ആരും കമ്മിട്ട് ആ ഉം. സമയത്ത് ഉം. ആക്ടിവേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാഞ്ഞ്, പോസ്റ്റ് ചെയ്യാഞ്ഞ്. ഉം. പക്ഷെ ഓക്കെ, ഓക്കെ, വൈകുന്നേരത്തെ ഓക്കെ. സെറ്റപ്പ് ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് എല്ലാവരും. ഉം. ഉം. ജസ്റ്റ് കമ്മ്യൂണിറ്റി എടുത്ത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഒരു 3 4 ആഴ്ച പോസ്റ്റ് ചെയ്ത കോഴ്സിലെ ഇന്ന് അത് തന്നെയായിരുന്നു പ്ലാൻ. ഇന്ന് വന്നിട്ട് എല്ലാം സ്ക്രോൾ അപ്പ് ചെയ്തിട്ട് എല്ലാം പഴയ ഇങ്ങനെ എങ്ങനെയാ ട്രേഡ് എടുത്ത വാട്സ്ആപ്പ് ബേസ് അതായിരുന്നു എന്റെ പ്ലാൻ. ഇന്ന് വന്നിട്ട് നോക്കണല്ലോ ഇതൊന്നും. ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ഞാൻ ഇതിന് സെപ്പറേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഞാൻ ഇന്നത്തെ എൻട്രി ഇവിടെ സെക്കൻഡ് എൻട്രി ഉം. നൈസ്. ഇതാ പ്രൈസ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് കൺഫർമേഷൻ കിട്ടി. M5 കറക്റ്റ് നല്ല കിട്ടില്ല കൺഫർമേഷൻ കിട്ടി, ബൈ ചെയ്ത്. ഉം. കൂൾ. മനുഷ്യ 3R ഉം. വെച്ചിട്ടുള്ളൂ. ബിക്കോസ് നമുക്ക് എക്സ്റ്റേണൽ കഴിഞ്ഞാൽ മനുഷ്യ 3R സ്പേസ് മാത്രമേ ഉള്ളായിരുന്നു. ഇത്ര ഒന്നും പോകുന്ന നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ഉം. ഉം. നമുക്കറിയില്ലല്ലോ ഇത് മുകളിലോട്ട് ഇത്ര പെർസെന്റേജ് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഗോൾഡൻ ലെവലൊക്കെ വെച്ചിട്ട് മാർക്കറ്റിന് ഐഡന്റിഫൈ ചെയ്യണം. പ്രൈസ് എത്ര സ്വിംഗ് വേസ് ഒക്കെ തന്നിട്ട് സ്വിംഗ് വെച്ചിട്ട് നമുക്ക് ഇത്ര സ്വിംഗിൽ ഇത്ര പ്രൈസ് മൂവ്മെന്റ് തന്നു. ഫോർ എക്സാമ്പിൾ ഒരു സ്വിംഗിന്റെ ബേസ് നോക്കുമ്പോൾ ഈ തന്ന പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റോ പ്രൈസ് എങ്ങോട്ട് തരാം, ഉം. സെയിം അത്ര. അപ്സിലേക്ക് Yeah. തരാം. പക്ഷെ ഇതൊക്കെ Yeah. കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ചിലപ്പോൾ അത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ബിക്കോസ് നമുക്ക് എപ്പോഴും എന്ത് ബ്രേക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ നല്ല സേഫസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. സേഫസ്റ്റ് കളിയെന്ന് പറഞ്ഞതാണ്. ഓക്കെ, സോ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് രാവിലത്തെ എൻട്രി ഇവിടെ, ഇന്നലെ ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നു M5ന്റെ ബേസിൽ. ഈ എൻട്രി ഇന്നലേക്ക് ഉം. ഒന്ന് ഷഹദ് പോസ്റ്റ്, പക്ഷേ ഇതിലേക്ക് സേഫ് ഇല്ലാത്തതിന് എടുത്തിട്ടില്ല. പക്ഷെ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഇന്നലെ സെല് ചെയ്തതാ. പക്ഷെ ഭയങ്കര അഗ്രസീവ് ആ ട്രേഡ്. ഉം. ഞാൻ M15ന്റെ ബേസിൽ ഈ QML ഞാൻ ട്രേഡ് ചെയ്തതാ.
ബിക്കോസ് M50 വരുന്ന സമയത്ത് ക്ലീനസ്റ്റ് ആയിട്ട് കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ബൈ ഓ ചെയ്തതാ, പക്ഷെ ഇത് ബ്രേക്ക് ചെയ്യാൻ ട്രേഡ് ഈ സപ്ലൈയിൽ ടാപ്പ് ചെയ്ത പ്രൈസ് താഴോട്ട് വന്ന് നല്ല നല്ല രസാ സംഭവം. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ. ദിസ് ഉം, M5ന്റെ ബേസ് ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, ഹിയർ ഉം, ഓൺലി ഉം, പ്രോബ്ലം എക്സ്റ്റേണൽ ക്ലിയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ലിക്വിഡിറ്റി ഹണ്ട് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അപ്സൈഡ് എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് മുകളിലോട്ട് വന്നു, ഉം, ട്രേഡ് എടുത്തു 1 മിനിറ്റിലൂടെ. 1 മിനിറ്റിലൂടെ കൺഫർമേഷൻ ഉം. ഉണ്ട്. M50 വരുന്ന ഉം. സമയത്ത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ലാപ്പ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇവിടെ എന്തുണ്ട്? ബ്രേക്ക് ബ്ലോക്ക് പ്ലസ് ക്യാമൽ ലൈൻ സ്ട്രോങ്. ഉണ്ട്. ഉം, സോ ഞാൻ സെക്കൻഡ് ഉം, ട്രേഡ് എവിടെ എടുത്തു? ഹിയർ ഈ ഒരു ബ്രേക്ക് സെക്ഷൻ വന്നപ്പോൾ സെക്കൻഡ് ട്രേഡ് എടുത്തു. ഓൾസോ ഞാൻ ഇവിടെ എന്തും ചെയ്തിട്ടുണ്ട്? ബൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെന്റം തന്നപ്പോൾ തന്നെ എന്റെ SL എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഉം, 3 മിനിറ്റിലാണ് ഉം, ബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 മിനിറ്റ് 1 മിനിറ്റ് മുമ്പ് ഞാൻ SL അഡ്ജസ്റ്റ് ചെയ്തു. പ്രൈസോടെ റിയാക്ട് ചെയ്ത് താഴോട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഉം. കട്ട് ടു സെല്ല് സെല്ല് ഇവിടെ എടുത്തു. എടുത്തു. ബിക്കോസ് ഞാൻ ഇവിടെ ഈ കാണുന്ന ക്യൂഎംഎൽ അല്ലെങ്കിൽ ബ്രേക്കിൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാതെ കൺഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ എന്ത്? ബിക്കോസ് പ്രൈസ് ഇവിടെ ഇങ്ങനെ ഒരു അഗ്രസീവ് മൊമെന്റം കാണിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകാം. മുകളിൽ. വെച്ചില്ല, ഞാൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യാണ് സംഭവിക്കാതിരിക്കുക. അപ്പൊ Yeah, അതുകൊണ്ട് yeah, yeah, സേഫസ്റ്റ് ആയിട്ട് yeah. പ്ലേ ചെയ്യാം. സോ ഇവിടെ പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഈ ഒരു ഉം, ഏരിയ എന്റെ അടുത്ത സെല്ലിംഗ് പോയിന്റ് ആണ്. ഉം. ഞാൻ അവിടെ സെല് ചെയ്തു. അതാ എന്നാലും അവിടെ അത്ര ഇത് കിട്ടുമോ, റിസ്ക് റിവാർഡ്? ഇവിടെയോ? ഉം. എന്തായാലും ഈ ഏരിയ ഇത് കഴിഞ്ഞില്ലേ? ഇതിനെ ബ്രേക്ക് ചെയ്തായിട്ട് ആ, വരികയാണെങ്കിൽ ഇത് എന്തായാലും ക്ലിയർ ചെയ്യുന്നത് എനിക്ക് ഉറപ്പാ. അപ്പൊ 1:2 ഓക്കെ. ആറാണെങ്കിലും പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? ഉം, ഈ ഓക്കെ, ക്യൂഎംഎൽ തന്നിട്ടുണ്ട്. ഓക്കെ. 1:2 കൂടുതലുണ്ട് കണ്ടോ? പക്ഷെ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുള്ളൂ. എനിക്ക് ഇതൊന്നും ക്ലിയർ ചെയ്യുന്നില്ല. ഇത് ക്ലിയർ ചെയ്യുന്ന ഉറപ്പായിരുന്നു, പക്ഷെ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. സേഫസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് ഉം, 2.69. ഈ എക്സ്റ്റേണൽ മാത്രം വെയിറ്റ് ചെയ്തു. സോ ഇവിടെ എല്ലാം ഓ, ഓരോ പോയിന്റിലും പ്രൈസ് എന്തിട്ടുണ്ടായിരുന്നു? എൻട്രീസ് തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനകത്ത്. എനിക്ക് അതിന് ഓക്കെ, പക്ഷെ അത് പോസ്റ്റ് ചെയ്ത പോലെ ഇവിടെ M5ന്റെ ബേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രൈസ് സെഷൻ ആയപ്പോൾ തന്നെ ഞാൻ പിന്നെ റേഞ്ച് ആയി. പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല? പിന്നെ ഇവിടെ ഒന്നും ട്രേഡ് നോക്കിയില്ല. പിന്നെ ഇന്ന് രാവിലെ എടുത്ത ഓക്കെ. ട്രേഡ് ഈ കാണുന്ന ഏരിയ, ബിക്കോസ് M50ന്റെ റേഞ്ച് എല്ലാം വയലേറ്റ് ചെയ്തിട്ട് പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? ബുള്ളിഷ് ഇൻഡിക്കേഷൻ മാർക്കറ്റിന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് എന്താണ്? ബൈ സൈഡ് ആണ്. ഏത് വരെ? അടുത്ത റിവേഴ്സൽ ആവുന്നത് വരെ. അടുത്ത റിവേഴ്സൽ ആവുമ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യും? സെൽ നോക്കും. ഇനിയിപ്പോ എന്താ എന്റെ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M50 ക്ലീൻ അല്ല. M30 പോയി നോക്കും. M30ന്റെ ഏരിയ ഉണ്ടോ നോക്കും. നെറ്റ് കുറച്ച് സ്ലോ ആണ്, സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. M30 M30യിൽ എനിക്ക് പ്രത്യേകിച്ച് ഏരിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല. H1 പോയി നോക്കും. പക്ഷെ അതുവരെ ഞാൻ ഇനി ഏരിയാസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ എന്ത് നോക്കുക? ബൈയെ നോക്കുള്ളൂ. എനിക്ക് H1ന്റെ ബേസിൽ ആകെ ഒരു പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കർ ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ബ്രേക്കറിനേക്കാൾ ഞാൻ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ ബ്രേക്കർ മീൻസ് അത് അവിടുന്ന് സെല്ലാവും. ഈ അവിടുന്ന് സെല്ല്. ഓക്കെ, പക്ഷെ അതിനേക്കാളും എക്സ്പെക്ട് ഓക്കെ. ചെയ്യുന്നത് ഞാൻ ഇവിടെ ആയിരിക്കും. ഓൾസോ അപ്പൊ അപ്പൊ മീൻസ് ബുള്ളിഷ് അല്ല, അപ്പൊ പിന്നെ ബാരിഷ് മാർക്കറ്റ് തന്നെയാണ്. ഗോൾഡ് സ്റ്റിൽ ബിയറിഷ് തന്നെയാണ്. പക്ഷെ ഇത് എഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓക്കെ. ഈ ബൈ മൊത്തം. ജസ്റ്റ് നോക്കി ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ മാത്രമേ ബൈ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എ പുൾ ബാക്ക്. ഒരു പുൾ ബാക്ക് മാത്രം അത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അല്ലാതെ ഒരു മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും മാർക്കറ്റ് ഏത് ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാലും മാർക്കറ്റ് ബിയറിഷ് തന്നെയാണ്. പക്ഷെ ബാരിഷ് വീക്ക്ലി ആണ്. വരുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഓക്കെ, വീക്ക്ലി ഡെയിലി ഒക്കെ. പക്ഷെ H4 ഇതൊക്കെ മാർക്കറ്റ് തന്നെയാണ്. അതെങ്ങനെ ബ്രോ കാണിച്ച? ഡെയിലി ഒന്ന് നോക്കി. എന്റെ ചാർട്ട് ലോഡ് ചെയ്യുന്നില്ല ബ്രോ, അതാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, ആ, ദിസ് ഓക്കെ, ഓക്കെ. വീക്ക്ലി ചാർട്ട്. ആ, അപ്പൊ വീക്ക്ലി വീക്കിലി ഒക്കെ ഹൗ യു മാർക്കറ്റ് ആർ ബുള്ളിഷാ. സീയിങ്? ഓവറോൾ ബുള്ളിഷ്. പ്രൈസ് സെഷൻ മാർക്കറ്റ് ആ, ബുള്ളിഷ്. യെസ്, 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 യെസ്. ആ, ഇത് ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടില്ല. യാ. മാർക്കറ്റ് ഇപ്പൊ എല്ലാം ബുള്ളിഷ് ഇൻഡിക്കേഷൻ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഓരോ തവണ പ്രൈസ് ആയിട്ട് വരുമ്പോഴും ക്യാൻഡിൽ, ഇനിയിപ്പോ ഇന്നത്തെ ക്യാൻഡിൽ ഇങ്ങനെ വിക്കോട് കൂടി ക്ലോസ് ചെയ്യാന്ന് വെച്ചോ. ഇതിങ്ങനെ വിക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്തതെങ്കിൽ നാളെ ചെറിയ ഷോർട്ട് ടൈം മൊമെന്റ് അപ്സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ന് ചിലപ്പോൾ ഇവിടുന്നൊക്കെ ആയിരിക്കാം പിന്നെ വരുന്ന ആഴ്ചകളിൽ സെല്ല് കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഡെയിലിയുടെ ഏതെങ്കിലും പോയിന്റ് നോക്കുക. ഡെയിലിയുടെ FEG അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കുക. ഇവിടെ ഡെയിലിന്റെ FEG ഉണ്ട് കണ്ടോ? ഡെയിലിന്റെ FEG ആ. ഓക്കെ, ഇവിടെ എന്തായാലും നമുക്ക് ഓക്കെ. ഇൻട്രാഡേക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇത് ഡെയിലി FEG. ഇത് നമ്മൾ നേരത്തെ വരച്ചായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. H1ലേക്ക് പോയിട്ട്
കോറിലേറ്റ് ചെയ്യുന്നില്ലേ? ഉം, ഇത് ഡെയിലി FEG. ഇതാണ് നേരത്തെ പറഞ്ഞ ബ്രേക്കപ്പ് ബ്ലോക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ ബ്രേക്കപ്പ് ബ്ലോക്ക് പിന്നെയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉം, ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ദിസ് എ ബ്രേക്കപ്പ് ബ്ലോക്ക്, ഈ പോയിന്റ്. ഉം, പക്ഷെ ഇവിടെ ഒരു സെല്ലിംഗ് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്ത് കൺസിഡർ ചെയ്തത്. രണ്ട് ഉം. പോയിന്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാം ഇതൊക്കെ പ്രീവിയസ് വീക്കിന്റെ ഹൈസ് ആണ്. വെനസ്ഡേ. സോ ഓൾസോ ഡെയിലിയുടെ FEG ബ്രേക്കപ്പ് ബ്ലോക്ക് ഓൾസോ ഇവിടേക്ക് സപ്ലൈ സോൺ ഉണ്ട്. യൂസ് മൈ സപ്ലൈ സോൺ, ഐ മീൻ ഫ്ലിപ്പ് സോൺ. സോ ഇവിടെ ഒരു എൻട്രി ഞാൻ എന്ത് ചെയ്ത് കാണുന്നത് ബ്രോ വൺ സെക്കൻഡ്, ഈ രണ്ട് ബ്രേക്കർ ബ്ലോക്ക് അത് എങ്ങനെയാ ഹൗ ഐ ക്യാൻ കൺസിഡർ ദാറ്റ്? based on liquidity inducement sweep infrastructure. So this is my breakup block. Okay. ഇത് ഞാൻ സെലക്ട് ചെയ്തത് based on my experience. ഓക്കെ 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 Okay. ഓക്കെ. എന്റെ പ്രീവിയസ് ജേർണിനകത്ത് ഇന്റേണലും ഒരു ഇത് കൺസിഡർ yeah ചെയ്യുന്ന കൺസിഡർ ഇന്റേണലത്തെ ഒരു ചെയ്യാനുള്ള. ബ്രേക്ക് ബ്ലോക്ക്. Okay. So ഓക്കെ. this is my point. വരുന്ന ദിവസങ്ങളിൽ എന്റെ എൻട്രി പോസിബിലിറ്റീസ് ഇതാണ്. ഇനിയിപ്പോ ഈ ഏരിയ വയലേറ്റ് ആവുകയാണെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ട് ബോഡിയുടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നേരെ ലോവർ ടൈം ഫ്രെയിമിൽ വരിക, 50 മിനിറ്റിലോ M30 വരിക, ബൈ സൈഡ് നോക്കാം ബ്രേക്കപ്പ് ബ്ലോക്ക് വരെ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ കാരണം ചാർട്ടിലെല്ലാം ഓടുകയാണില്ല. ഓക്കെ. സോ എൻ്റെ അടുത്ത പോയിന്റ്സ് ഐ തിങ്ക് ഈസ് മൈ ബ്രേക്കപ്പ് ബ്ലോക്ക്. ഇവിടെ ആയിരിക്കും അടുത്ത് എൻട്രി നോക്കുന്നുണ്ടാവുക. ഓൾസോ M5ഉം എനിക്കൊരു പ്രയോറിറ്റൈസ് ആയുള്ള ടൈം ഫ്രെയിം ആണ്. M5 എന്തെങ്കിലും ബ്ലോക്ക് എനിക്കൊന്ന് M5 കാണുന്നതിലൊക്കെ ചിലപ്പോൾ കണ്ടാൽ മതിയോ. ഇറ്റ്സ് നോട്ട് ക്ലീൻ, ഓക്കെ ഓക്കെ ദാറ്റ് മച്ച് ക്ലീൻ അല്ല. ഓക്കെ. സോ ഞാൻ എന്തായാലും നല്ലൊരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്തായാലും. എന്താ ഓക്കെ ഓക്കെ, ഇന്ന് ഓക്കെ. എന്തായാലും ഇനിയിപ്പോ റിയാക്ഷൻ തരുവാണെങ്കിൽ ഇവിടെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ബിക്കോസ് മാർക്കറ്റ് എന്റെ ട്രേഡിംഗ് ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഓൾസോ ന്യൂയോർക്ക് ക്ലോസിംഗിന് വേണ്ടി പോവാണ്. ആൻഡ് എന്തായാലും ഇവിടെ എൻട്രി ഉണ്ടാവില്ല. ചിലപ്പോൾ മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഓക്കെ. വരാൻ മോർ ഫോളോ ആവാം, എനിക്കറിയില്ല. എന്തായാലും നാളത്തെ എന്റെ എൻട്രി പോസിബിലിറ്റീസ് നോക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. സോ ദിസ് അവർ എൻട്രി ഓക്കെ പ്ലാൻ ആൻഡ് എൻട്രി ഡേ. ലാസ്റ്റ് വീക്കിൽ ഓൾമോസ്റ്റ് എല്ലാ എൻട്രീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഞാൻ ഓക്കെ അയച്ചു ഓക്കെ തരാം. ഞാൻ എന്തായാലും ഈ വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ റീവാച്ച് ചെയ്യാം. ബിക്കോസ് എനിക്കിനി ഇത് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാൻ ഓക്കെ യൂട്യൂബിനകത്ത് ഓക്കെ ഓക്കെ. അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ച ഏരിയാസ് ഓൾറൈറ്റ്. ആണ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ സെഷൻ. ഓൾസോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത് വേറെയും ഒന്ന് രണ്ട് സെൽ മോഡൽസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഈ സെല്ല്. ഓക്കെ. ഇതൊക്കെ ഞാൻ കമ്മിറ്റിനകത്ത് പോസ്റ്റ് ചെയ്ത സെൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. 1 to 7 hour എനിക്ക് ട്രേഡ് ആണ്. ഈ സെല്ലാണ്. സെല്ലാണ് എനിക്ക് അല്ല ഓർമ്മയില്ല. ബ്രോ, എനിക്ക് ഓർമ്മയുണ്ട് ബ്രോ, ആ വീഴ്ചയായിട്ട് മുന്നേ ബ്രോ പറഞ്ഞു എന്താ ഒരു അവിടുത്തെ ഹൈ വീക്കാണ്, പിന്നെ ആഫ്റ്റർ ദാറ്റ് ഒരു റിസ്കി സെല്ല് യു ടോൾഡ്, ദെൻ ആഫ്റ്റർവേർഡ്സ് ദാറ്റ് സെൽ വാസ് ലൈക്ക് ടു മച്ച്. ഓക്കെ. അതുകൊണ്ട് ഒരു 1 to 7 hour അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. യെസ് 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 യെസ്. ഓക്കെ. സോ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരാം. ഇറ്റ് ഹാപ്പൻസ്. ഒരു കുഴപ്പമില്ല. ഒരു മടിയും കൂടാതെ ചോദിച്ചോ, നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. ഓക്കെ ഓക്കെ. പക്ഷേ ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ. ഒരിക്കലും ഗാംബ്ലിംഗ് പോലെ ചെയ്യരുത്. പഠിച്ച ഐഡിയ വെച്ചിട്ട് ഇല്ല ഇല്ല ചെയ്തോ. ഇല്ല 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 ഓക്കെ. ഇല്ല ഇല്ല. SL ഞാൻ ഞാൻ അടിക്കുകയാണെങ്കിലും ഞാൻ ഈ കുഴപ്പമില്ല. ഉം. ഞാൻ അൽപ്പാരിയുടെ സ്പ്രെഡ് ഞാൻ എങ്ങനെയുണ്ട്? ഞാൻ അൽപ്പരിയില് ഞാൻ പൈസ ഇട്ടിട്ടില്ല. ഞാൻ മറ്റേ നോക്കട്ടെ. ഞാൻ ഓക്കെ. അല്ല, ഒന്ന് ടെസ്റ്റ് ആ, ചെയ്തു. കമ്പാരിറ്റീവ്ലി XM-നേക്കാളും സ്പ്രെഡ് കുറവാണ്, കമ്മീഷനും കുറവാണ്. ഓക്കെ 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 ഗോൾഡിലൊക്കെ ഓക്കെ. അറൗണ്ട് 1.5 ബിലോ ഒക്കെ സ്പ്രെഡ് വരുന്നുള്ളൂ. വൺ പിപ്സ്, 0.9 ഒക്കെ, അല്ലെങ്കിൽ 1.5 ഒക്കെ മാക്സിമം വരാറുള്ളൂ. യൂറോപ്പ് ഓക്കെ സീറോ ഓക്കെ. വരുന്നത്. ഓക്കെ. ആ ഹാ 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 ഹാ. സോ എനിവേസ്, ഓക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, പിങ് ചെയ്യാം. നമുക്ക് വീണ്ടും ഡിസ്കസ് ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ സോ സീ യു ഓക്കെ. ദെൻ ബ്രോ. ഞാൻ സീരിയസ്ലി ഞാൻ ചാർട്ട് അയക്കാം ഞാൻ. ഓക്കെ. ഓക്കെ എനിവേസ്, ഓൾറൈറ്റ്. നമുക്ക് താങ്ക് നെക്സ്റ്റ് യു. സെഷനിൽ വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ബ്രോ. ബൈ. താങ്ക്സ് ബ്രോ. ഒരു എന്താ 8:45 എന്ന് പറഞ്ഞിട്ട് ഇത്ര. എനിവേസ് താങ്ക് യു. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ സോറി ബ്രോ. ഫോർ. അതൊന്നും സമയം കുഴപ്പമില്ല. ഞാൻ എന്റെ സെഷൻസ് എനിക്ക് വേറെ ഒരു പുറത്ത് വളരെ എമർജൻസി ഉണ്ടായിരുന്നു. ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു. ഓക്കെ. ഓൾറൈറ്റ് ഓൾറൈറ്റ്. എനിവേസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ ബ്രോ. അപ്പൊ സീ യു യാ. ദെൻ. ഹാവ് എ ഗ്രേറ്റ് താങ്ക്സ്. ഡേ. ബൈ. താങ്ക്സ്. പോയി യാ, ഉറങ്ങാൻ യാ. യു നോക്കട്ടോ. ടു. ഇന്ന് യെസ്. ഇന്ന് ചാടണമില്ല ഇരിക്കണം. പോയി കിടന്നുറങ്ങാൻ നോക്ക്. യെസ്, യെസ്. ഓക്കെ ബൈ. ഓക്കെ, ഓക്കെ. താങ്ക് യു. ബൈ, ബൈ.